1940 കാലഘട്ടം മുതൽ കേരളീയർ തൊഴിൽ തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോയിരുന്നെങ്കിൽ 2003 ശേഷം പലരും ജോലിയേക്കാൾ ഉപരിപഠനത്തിനായി അങ്ങോട്ട് പോകുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ യുവാക്കൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് ചേക്കേറുന്ന സ്ഥിരമായ ഒരു പ്രവണതയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം സംബന്ധിച്ച ഏറ്റവും വിശ്വസനീയമായ ഡേറ്റ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ നൽകിയ വിവരങ്ങളാണ്. 2010 കാലഘട്ടത്തിൽ 10,000-ൽ താഴെ മാത്രം യുവാക്കൾ ഉന്നത പഠനത്തിനായി കേരളത്തിൽ നിന്ന് പോയപ്പോൾ 2019 അത് 30,948 മലയാളികളാണ്. ഈ വിദേശ കുടിയേറ്റം ഓരോ വർഷവും 40% വർദ്ധിക്കുന്നതായി അനൗദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പോകുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ്. എന്നാൽ ജനസംഖ്യാനുപാതികമായി വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കേരളം ഇന്ത്യയിൽ തന്നെ മുൻപന്തിയിലാണ്. സൂചനകളനുസരിച്ച് അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം 1,00,000 കവിയും എന്നതാണ്. കേരളത്തിൽ നിന്നുള്ള ഈ യുവാക്കളുടെ പലായനത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികപരമായ അനന്തരഫലങ്ങൾ അത് ഗുണപരമോ പ്രതികൂലമോ ആയിക്കൊള്ളട്ടെ നമ്മുടെ സമുദായത്തിൽ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനും അവലോകനം ചെയ്യുന്നതിനുമായിട്ടാണ് നാം ഇന്നിവിടെ ഒന്നുചേർന്നിരിക്കുന്നത്. ഇന്നേ ദിവസം വിഷയാവതരണത്തിനും പ്രഭാഷണങ്ങൾക്കും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിശിഷ്ട വ്യക്തികളെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ സെമിനാർ ആരംഭിക്കുന്നതിനായി നമ്മുടെ മുഖ്യാതിഥിയും നമ്മുടെ വരാപ്പുഴ അതിരൂപതയുടെ മേലധ്യക്ഷനുമായ നമ്മുടെ പ്രിയങ്കരനായ ആർച്ച് ബിഷപ്പ് പെരിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെ സ്റ്റേജിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ഇവിടെ പ്രഭാഷണം നടത്തുവാനായിട്ട് നമ്മോടൊപ്പം ഇന്നിവിടെ ചേർന്നിരിക്കുന്ന രജിമോൻ കുട്ടപ്പൻ സാറിനെയും നവദർശൻ്റെ ഡയറക്ടർ ജോൺസൺ ഡിക്കുഞ്ഞച്ചനെയും ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ സർവശക്തൻ്റെ സാന്നിധ്യവും മാർഗനിർദ്ദേശവും നേടുന്നതിനും ഐക്യത്തിൻ്റെയും ആദരവിൻ്റെയും ആത്മാവിൽ നമ്മളുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നതിൽ ഈ സമ്മേളനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അഭ്യർത്ഥിക്കുവാനുമായി പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുവാൻ ഗ്ലെന്ന കാർമലിനെ ക്ഷണിക്കുന്നു. എല്ലാവരും ദയവ് ചെയ്ത് എഴുന്നേറ്റ് നിൽക്കുക. ഹൃദയരാഗ തന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാക്കണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങൾ
ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നവദർശൻ എന്ന സ്ഥാപനത്തിൻ്റെ വഴികാട്ടിയും പ്രചോദനത്തിൻ്റെ ഉറവിടവുമായ നവദർശൻ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോൺസൺ ഡി കുഞ്ഞച്ചനെ സ്വാഗതമർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട അഭിനന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവേ, ഇന്ന് മുഖ്യപ്രഭാഷകനായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട റെജിമോൻ കുട്ടപ്പൻ, ഈ സെമിനാറിൽ പങ്കുചേരാൻ എത്തിയിരിക്കുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സമുദായ അംഗങ്ങളെ, സംഘടനാ ഭാരവാഹികളെ, ഏവർക്കും ഏറെ ഫലപ്രദമായ ഒരു സായാഹ്നം ആശംസിക്കുകയാണ്. മനുഷ്യ ചരിത്രത്തിൽ ഇഴചേർക്കപ്പെട്ട കാലാതീതമായ പ്രതിഭാസമാണ് കുടിയേറ്റം എങ്കിലും ഇന്ന് നമുക്കിടയിൽ വളരെ അധികം ഗൗരവമായ ശ്രദ്ധ പതിക്കേണ്ട ഒരു വിഷയമായി മാറുകയാണ്. വിദേശങ്ങളിലേക്കുള്ള വിദ്യാർത്ഥി കുടിയേറ്റങ്ങളും തൊഴിൽ ജീവിത സംബന്ധിയായ കുടിയേറ്റങ്ങളും വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് വരാപ്പുഴ അതിരൂപത വിദ്യാഭ്യാസ മുന്നേറ്റ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നവദർശൻ യുവജനങ്ങളുടെ കുടിയേറ്റം, അതിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഈ സെമിനാർ ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ സെമിനാർ ഉദ്ഘാടകനായി എത്തിച്ചേർന്നിരിക്കുന്നത് വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത അഭിനന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവാണ്. 2011 മുതൽ 2016 വരെ അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറിയായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയാൽ നിയമിതനായി സ്തുത്യർഹമായ സേവനം ചെയ്തതിൻ്റെ അനുഭവ സമ്പത്തോടുകൂടിയാണ് അഭിനന്യ പിതാവ് ഇന്ന് നമ്മെ അഭിസംബോധന ചെയ്യുന്നതും ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. പൊതുസമൂഹത്തിൻ്റെ സുസ്ഥിരവും സമഗ്രവുമായ വികസനത്തിനും അഭ്യുന്നതിക്കും വേണ്ടി എന്നും നിലകൊള്ളുന്ന അഭിനന്യ പിതാവിനെ ഏറ്റവും സ്നേഹാദരവോടെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സെമിനാറിൻ്റെ മോഡറേറ്ററായി നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ആന്റണി അറക്കൽ അച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ എത്തിച്ചേരും. അതിരൂപതയുടെ വിദ്യാഭ്യാസ വികസന പ്രവർത്തനങ്ങളിൽ നമുക്കെന്നും അഭിമാനിക്കാവുന്ന തരത്തിൽ നിസ്തുലമായ സേവനമാണ് അച്ഛൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഇന്ന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറിയായി സേവനം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ അതിരൂപത എഞ്ചിനീയറിംഗ് കോളേജായ ഐസാക്കിൻ്റെ മാനേജറുമാണ്. അച്ഛൻ എത്തിച്ചേരുകയാണ്. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കുടിയേറ്റത്തിൻ്റെ ആഗോള മാനത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് പ്രൊഫസർ ഡോക്ടർ ആൽഡോ സ്കോഡാണ്. സെയിൻറ്റ് ചാൾസ് സഭാംഗമായ ഫാദർ ആൽദോ റോമിലെ പൊന്തിഫിക്കൽ ലാട്രൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത്. സ്കലാബ്രിയ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി സേവനം ചെയ്യുന്ന അദ്ദേഹം കുടിയേറ്റ അഭയാർത്ഥി വിഷയത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ടോക്ക് തീർച്ചയായിട്ടും നമുക്ക് ഓൺലൈനിലായിരിക്കും നമ്മൾ ഇവിടെ ദർശിക്കുന്നത്. അദ്ദേഹം റോമിൽ നിന്ന് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. ഏറെ ആദരവോടെ അതിരൂപതയുടെ പേരിലും അഭിനന്യ പിതാവിൻ്റെ പേരിലും നമ്മൾ ഓരോരുത്തരുടെ പേരിലും പ്രൊഫസർ ആൽഡോ സ്കോഡയെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാനത്തുദിച്ചു നിൽക്കുന്ന ചന്ദ്രനിലും മലയാളികളുടെ സാന്നിധ്യമുണ്ടാകുമെന്ന് പറയുന്നത് മലയാളിയുടെ ജീവിതത്തിൽ അന്തർലീനമായ ഈ കുടിയേറ്റ സ്വഭാവത്തെ കാണിക്കുകയാണ്. കുടിയേറ്റത്തെക്കുറിച്ചുള്ള കേരളത്തിൻ്റെ വീക്ഷണങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മോട് സംസാരിക്കുന്നത് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകർത്താവും പൊതുപ്രവർത്തകനും കുടിയേറ്റ വിഷയത്തിൽ ഗവേഷകനുമായ ശ്രീ റെജിമോൻ കുട്ടപ്പനാണ്. ജനജീവിതത്തെ ബാധിക്കുന്ന ഏത് വിഷയത്തിലും ജനപക്ഷത്ത് പോരാട്ടവീര്യത്തോടെ നിലയുറപ്പിക്കുന്ന ശ്രീ റെജിമോൻ കുട്ടപ്പൻ്റെ അതിശക്തവും വ്യക്തവുമായ വാക്കുകൾ തികഞ്ഞ ഗൗരവത്തോടെയാണ് പൊതുസമൂഹം കേൾക്കുന്നത്. ആദരവോടും ബഹുമാനത്തോടും കൂടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുടിയേറ്റത്തിൽ ക്രൈസ്തവ സഭയുടെ വീക്ഷണത്തെക്കുറിച്ച് ഈ സെമിനാറിൽ സംസാരിക്കുന്നത് പ്രിയ ബഹുമാനപ്പെട്ട ജെയ്സൺ വടശ്ശേരി അച്ഛനാണ്.
ഇന്ത്യൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ കമ്മീഷൻ ഫോർ മൈഗ്രൻസ് സെക്രട്ടറി അന്തർദേശീയ ബഹുമാനപ്പെട്ട അറക്കലച്ചൻ അവിടെ മോഡറേറ്റ് എത്തിക്കഴിഞ്ഞു. അന്തർദേശീയ കാത്തലിക് മൈഗ്രേഷൻ കമ്മീഷൻ സെക്രട്ടറി എന്നീ നിലകളിൽ സേവനം ചെയ്യുന്ന ജെയ്സൺ അച്ഛനാണ് ഈ സെമിനാർ ഇത്തരത്തിൽ സംഘടിപ്പിക്കുവാൻ നമ്മെ വളരെയധികം സഹായിച്ചത്. വരാപ്പുഴ അതിരൂപതാംഗവും നമ്മുടെ അഭിമാനവുമായ ജെയ്സൺ വടശ്ശേരി അച്ഛനെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അച്ഛനും ഓൺലൈനിലായിരിക്കും നമ്മോട് സംസാരിക്കുന്നത്. നമ്മുടെ അതിരൂപതയിൽ നിന്ന് വിദേശത്തേക്കുള്ള വിദ്യാർത്ഥി കുടിയേറ്റത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വിശദമാക്കുവാൻ സ്ഥിതി വിവര കണക്കുകളുമായി എത്തുന്നത് ബഹുമാനപ്പെട്ട സാബു നെടുനിലത്ത് അച്ഛനാണ്. സാമൂഹ്യ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന അച്ഛൻ്റെ പ്രാവീണ്യം നമുക്ക് സുപരിചിതമാണ്. അതിരൂപതയുടെ വിദ്യാഭ്യാസ വികസന പ്രവർത്തനങ്ങളിൽ അച്ഛൻ നൽകുന്ന സംഭാവനകളും പ്രശംസനീയമാണ്. അച്ഛനെയും ഏറെ സ്നേഹത്തോടെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു തുടർ പ്രവർത്തന പദ്ധതി രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അവസാന ഘട്ടത്തിൽ പൊതു ചർച്ച ഒരുക്കിയിരിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ആരംഭം കുറിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രൊഫസർ ജസ്റ്റിൻ ജോർജ് സാറാണ്. സാമൂഹ്യ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവും ഇടപെടലുകളും ശ്രദ്ധേയമാണ്. പ്രിയ ജസ്റ്റിൻ ജോർജ് സാറിനും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ സെമിനാറിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഇടവകയിലും അതിരൂപതയിലും പ്രമുഖരായ വ്യക്തികളാണ്. ബഹുമാനപ്പെട്ട വൈദികർ, സന്യാസിനികൾ, ജനപ്രതിനിധികൾ, സമുദായ നേതാക്കൾ, സംഘടനാ നേതാക്കൾ, അൽമായ നേതാക്കൾ തുടങ്ങി പ്രമുഖരുടെ നിര ഇവിടെയുണ്ട്. KLC സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷെറിജ തോമസ്, മുൻ മേയർ ടോണി ചമ്മണി, അഡ്വക്കേറ്റ് KA ജെറോം, മറ്റ് KCYM KLCA ഭാരവാഹികൾ, KLCWA അതിരൂപത ഭാരവാഹികൾ, ഇവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജോൺസൺ അച്ഛ. വരാപ്പുഴ അതിരൂപതയുടെ മേലധ്യക്ഷനും നമ്മുടെ പ്രിയങ്കരനുമായ നമ്മുടെ ആർച്ച് ബിഷപ്പ് പെരിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ഇന്ന് നമ്മോടൊത്ത് മുഖ്യ അതിഥിയായുണ്ട്. അദ്ദേഹത്തെ എത്രയും ആദരവും ബഹുമാനത്തോടും കൂടി ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. NAVADARSAN Director Father Johnson Diconia, Session Moderator Father Anthony Vako Arakal, Migration of Young People, Kerala Perspective, പ്രഭാഷണം നടത്തുന്ന മിസ്റ്റർ റെജിമോൻ കുട്ടപ്പൻ, പ്രൊഫസർ ഡോക്ടർ ആൾട്ടോ സ്കോഡ, ഡയറക്ടർ സ്കലബ്രീനി ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫാദർ ജെയ്സൺ വടശ്ശേരി, സെക്രട്ടറി CCBI കമ്മീഷൻ ഫോർ മൈഗ്രൻസ്, റവറൻഡ് ഫാദർ സാബു നെടുനിലത്ത്, ബഹുമാനപ്പെട്ട വൈദികരെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, നവദർശൻ സംഘടിപ്പിക്കുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കുവാൻ അതിയായ സന്തോഷമുണ്ട്. മനുഷ്യരാശിയുടെ
ആദ്യ നാളുകൾ മുതൽ കുടിയേറ്റം മനുഷ്യ ചരിത്രത്തിൻ്റെ ഒഴിവാക്കാനാകാത്ത ഭാഗമാണ്. ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സമ്പദ് വ്യവസ്ഥകളുടെയും വികാസത്തെ ഇത് സ്വാധീനിക്കുന്നു. ചരിത്രത്തിൻ്റെ ഗതി രൂപപ്പെടുത്തിയ കലാതീതമായ ഒരു പ്രതിഭാസമാണ് കുടിയേറ്റം. വ്യക്തികളോ സമൂഹങ്ങളോ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ മനുഷ്യ നാഗരികതയുടെ വൈവിധ്യത്തിനും സങ്കീർണതയ്ക്കും സംഭാവന നൽകുന്ന അനുഭവങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും അഭിലാഷങ്ങളുടെയും സമ്പന്നമായ ഒരു ശേഖരവും അവർക്കൊപ്പം കൊണ്ടുവരുന്നു. വിവിധ കാരണങ്ങളുള്ള ഒരു സങ്കീർണ പ്രതിഭാസമാണ് കുടുംബം. മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ, മെച്ചപ്പെട്ട ജീവിത നിലവാരം എന്നിവ പോലുള്ള സാമ്പത്തിക ഘടകങ്ങൾ പലപ്പോഴും വ്യക്തികളെയും കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. രാഷ്ട്രീയ അസ്ഥിരത, പീഡനം, സംഘർഷം എന്നിവയും സുരക്ഷിതത്വവും പുതിയ തുടക്കവും തേടിയുള്ള അന്വേഷണങ്ങളും വീടുകളിൽ നിന്ന് പലായനം ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക ഘടകങ്ങളും കുടിയേറ്റങ്ങൾക്ക് കാരണമാകുന്നു. അയൽക്കാരനോടുള്ള സ്നേഹം, അനുകമ്പ, ആതിഥ്യ മര്യാദ എന്നിങ്ങനെയുള്ള സുവിശേഷ പുണ്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതാണ് കുടിയേറ്റത്തെക്കുറിച്ചുള്ള ക്രിസ്തീയ കാഴ്ചപ്പാടുകൾ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു എന്ന് തുടങ്ങിയ ബൈബിൾ ചിന്തകളാണ് ഈ കാഴ്ചപ്പാടിന് ആധാരമാകുന്നത്. ഉണ്ണിയേശുവിനെ കൊല്ലുവാൻ പദ്ധതിയിട്ട ഹെറോദസിൻ്റെ കരങ്ങളിൽ നിന്ന് അവിടുത്തെ രക്ഷിക്കുവാൻ ഈജിപ്തിലേക്ക് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം പലായനം ചെയ്യുന്ന വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ കന്യകമറിയത്തിൻ്റെയും ചിത്രം നമുക്ക് സുപരിചിതമാണ്. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ സംഘടനകളും വിവിധ ക്രിസ്തീയ സമൂഹങ്ങളും കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും പിന്തുണയ്ക്കുന്നതിനുള്ള മാനുഷിക ശ്രമങ്ങളിൽ സജീവമായും ക്രിയാത്മകമായും പങ്കുചേരുന്നുണ്ട്. ഈ വിഷയത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ഇടപെടലുകൾ ലോകം ആദരവോടും അഭിമാനത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് നോക്കി കാണുന്നത്. കുടിയേറ്റ അഭയാർത്ഥി വിഷയം മനുഷ്യാന്തസ്സിൻ്റെ
വിഷയമായി കണ്ട് സത്വര ശ്രദ്ധ പതിപ്പിക്കുവാനും ഇടപെടലുകൾ നടത്തുവാനുമായി അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കുമായുള്ള തിരുസംഘം പ്രവർത്തിക്കുന്നത് സഭ എത്രമാത്രം ഗൗരവത്തോടെ ഈ വിഷയം നോക്കിക്കാണുന്നു എന്നതിന് തെളിവാർന്ന സാക്ഷ്യമാണ്. മെച്ചപ്പെട്ട ജോലി തേടി ഗൾഫ് നാട്ടിലേക്ക് പോയവരെ തുടർന്ന് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും ജീവിത സാഹചര്യങ്ങളും തേടി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നവരെയാണ് നാം കാണുന്നത്. ഇപ്പോൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലും ജീവിതവും തേടി വിദേശങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. USA, കാനഡ, UK, ജർമ്മനി എന്നിങ്ങനെയുള്ള രാജ്യങ്ങൾ, ഓസ്ട്രേലിയ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ് ആളുകൾ തള്ളിക്കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയം ഉയർത്തുന്ന സാമൂഹികവും സാംസ്കാരികവും ധാർമ്മികവുമായ തലങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാനും ചർച്ച ചെയ്യാനും അതിൽ നിന്നും ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങളും ആശയങ്ങളും ഭാവി പ്രവർത്തന പദ്ധതികൾക്ക് രൂപം കൊടുക്കാനും സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുടിയേറ്റക്കാരുടെ അവകാശങ്ങളെക്കുറിച്ചും ജീവിത മേഖലകളെക്കുറിച്ചും പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ശ്രീ റജി കുട്ടപ്പനെ പോലെയുള്ളവരുടെ സജീവമായ ഇടപെടലുകൾ ഈ അവസരത്തിൽ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. ഈ സെമിനാറിന് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊള്ളുന്നു. ഇത് ഓർഗനൈസ് ചെയ്ത നവദർശൻ ഭാരവാഹികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം സന്തോഷപൂർവ്വം ഞാൻ നിർവഹിക്കുന്നു. പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനും അനുഗ്രഹ പ്രഭാഷണത്തിനും 1000 നന്ദി. അങ്ങയുടെ അർത്ഥവത്തായ വാക്കുകളും അനുഗ്രഹവും തീർച്ചയായും ഞങ്ങൾക്ക് പ്രചോദനമാകുമെന്നതിൽ സംശയമില്ല. ഇന്നത്തെ സെഷൻ്റെ വിഷയാവതരണത്തിനും ഒപ്പം ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നതിനുമായി KCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്രട്ടറിയും നമ്മുടെ അതിരൂപതയുടെ എഞ്ചിനീയറിംഗ് കോളേജായ ആൽബേർഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മാനേജറുമായ ബഹുമാനപ്പെട്ട അറക്കലച്ചനെ ക്ഷണിക്കുന്നു. അഭിയന്യ പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട റെജിമോൻസോ,
സാബുച്ച, നവദർശൻ ഡയറക്ടർ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ ബഹുമാനപ്പെട്ട നമ്മുടെ അതിരൂപതയിലെ വളരെ പ്രാധാന്യമുള്ള വ്യക്തികളെ, നമുക്കറിയാം നമ്മൾ നവദർശൻ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഓരോ വിഷയങ്ങളെടുത്ത് ചർച്ച ചെയ്ത് നമ്മുടെ സമൂഹത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായൊരു ദിശ നിർണയിച്ചതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വീണ്ടും നമ്മളൊരു പ്രധാനപ്പെട്ടൊരു മേഖല കൈകാര്യം ചെയ്യുകയാണ്, മൈഗ്രേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഈ ഒരു പ്രതിഭാസം നമ്മുടെ അതിരൂപതയുടെ ഭാഗമാണോ എന്നുകൂടി ചിന്തനം ചെയ്യുന്നൊരു സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ചില വിഷയങ്ങളിൽ ഡാറ്റ നമ്മുടെ അതിരൂപതയിൽ എങ്ങനെയാണെന്ന് കൂടി നമ്മളിവിടെ വിചിന്തനം ചെയ്യുന്നുണ്ട്. 5 ഭാഗങ്ങളായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. 6ാമത്തെ ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 5 ഭാഗങ്ങളിൽ നമ്മൾ മൈഗ്രേഷൻ്റെ പോസിബിലിറ്റീസ്, ചാലഞ്ചസിനെ കുറിച്ച് പ്രൊഫസർ ഡോക്ടർ ആൽദോസ് കോഡ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കേരള പെർസ്പെക്റ്റീവിനെ കുറിച്ച് മിസ്റ്റർ റെജിമോൻ കുട്ടപ്പൻ, ഫോളോഡ് ബൈ ജെയ്സൺ വടശ്ശേരിയച്ചൻ, കാത്തലിക് ചർച്ച് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതിനെക്കുറിച്ച്, അതിനുശേഷം സാബുവച്ചൻ വരാപ്പുഴ അതിരൂപതയിൽ ഇപ്പോഴത്തെ മൈഗ്രേഷൻ എങ്ങനെ സംഭവിക്കുന്നു, അതിനുശേഷം നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. എങ്ങനെയാണ് ഈ കണ്ട കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇനി നമ്മുടെ അതിരൂപത മുന്നോട്ട് പോകേണ്ടതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ജസ്റ്റിൻ സാർ അത് ഇവിടെ പ്രസൻറ്റ് ചെയ്യും. അതൊരു ഡ്രാഫ്റ്റ് ഫോമിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് സജഷൻ വേണ്ടത്. 6ാമത്തേത് നമ്മുടെ ഇൻവോൾവ്മെൻറ്റാണ്. ഈ ഇൻവോൾവ്മെൻ്റ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ പേപ്പറുകൾ, നിങ്ങൾക്കൊരു പേപ്പറും പേനയും തന്നിട്ടുണ്ട്. എല്ലാ പ്രസൻറ്റേഷൻ്റെ സമയത്തും നിങ്ങളുടെ സജഷൻസ്, ചോദ്യങ്ങൾ എല്ലാം ഒന്ന് എഴുതി വച്ചിരിക്കുക. നമുക്കിത് കഴിയുമ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ നമുക്കൊരു ഡിസ്കഷനിലേക്ക് പോകേണ്ടതുണ്ട്. 3:30 മുതൽ 6 മണി വരെയാണ് നമ്മൾ സമയം ഇട്ടിരിക്കുന്നത്. നമ്മൾ 4 തൊട്ട് 6:30 വരെ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. ഞങ്ങളുടെ ആദ്യത്തെ സ്പീക്കർ പ്രൊഫസർ ഡോക്ടർ ആൽദോസ് കോഡയാണ്. അദ്ദേഹം ഡയറക്ടർ, Scalabrini International Migration Institute. He is also the member of Congregation of Missionaries of St. Charles. After completing his studies in philosophy and theology with a licentiate in Christian anthropology, he graduated in psychology at the Catholic University of Sacred Heart in Milan and obtained a doctorate in pastoral theology at the Pontifical Lateran University in Rome. He is the professor of pastoral theology and human mobility at the Pontifical Urbanian University. He is also the executive director of SIMI, an institute specializing in interdisciplinary research and training on migration. I welcome him to present his paper. And all the presenters, please remember that we have limited hours, so 15 minutes are given for all the presenters. Please. Thank you, Father Anthony Vakwarakal, for the kind presentation. First of all, I would like to greet and to thank His Grace Most Reverend Joseph Kalati Parambil, and also a special thanks to Father Jason Vadaseri, Secretary of CCBI Commission for Migrants in India, for inviting me to be part of this important seminar on migration or youth migration. I would like also to greet and thank all the distinguished speakers and guests that are there. I would like to share with you a presentation and my theme, my issue would be migration of young people, global trends, possibilities and challenges. Hopefully I will be in the limited time that Father Anthony gave me. However,
in my presentation, I would like to touch three main points. The first point, which I think is very important, is the phenomenological issue of migration. And the phenomenological issue of youth migration tells us that migration is always linked with the globalization and development. And that's why what I wanted to share and to open this session with a quote of William Gibson, American-Canadian speculative fiction writer, who said, "The future has arrived. It is just not yet well distributed." And talking about migration is something about talking about a not well distribution of the globalization issues and development issues. Migration has become an increasingly universal and structural phenomenon. It is present with an acceleration of changing in countries of origin, transit and destination, in the methods adopted to reach the doomed destinations, and in the social and religious role carried out in the concept of settlement. Migrants constitute a diverse group. Their social, economic, and educational backgrounds, the means, forms of migration, and their motivation for living all influence the scope, scale, and type of migration. Migration is a dynamic and constantly evolving phenomenon. It is marked by important changes that periodically requires a fresh analyzing in order to understand the implications for society, the church, and the migrants themselves. The number of people crossing international borders across the globe has been increasing from 176 million at the turn of the 20th and 11th century to 281 million, according to the data of International Organization for Migration. The main reasons for international migration growth include the symmetry of the region's social and economical development, population awareness, intensification of international economic relations, political, economic, and social crises, military conflicts, and natural disasters. Local migration is caused by the same reasons as international migration, adding some driving factors and sometimes prevailing the family, education, and management factors by state, corporate, and family influence. The number of people involved in local migration is several times higher than in international migrations, so we can assume that the current annual total number of migrants is about 1 billion people. Today, there are more young people in the world than ever, 1.8 billion, the largest generation in history, aged between 10 and 24 years old. Overall, while youth is becoming larger in absolute terms, the age group 15-29, along with the group 0-14, is also becoming smaller relative to older age group. Africa has the youngest population of the world's continent, with 27% of its population aged between 15 and 29 years and 41% aged under 15 years old. In Asia and Latin America, the population under 45 is equally distributed among the 0-14, 15-29, and 30-45 age groups. And young people, in particular, are respectively 23% and 20%. By contrast, Europe is currently the world's oldest geographic region. It stands out as the continent with the smallest share of youth population, and at the same time, the largest share over 60. In North America and Oceania, young people are approximately 1 in 5 of the total population. 90% of the world's young people live in developing countries, where there is a struggle to meet the needs of their growing populations in terms of education, services, employment, and social security. This situation, demographic worldwide situation, is a driving factor for the youth migration.
young migrants constitute a relatively large proportion of the overall migrant population and have a significant impact on origin, transit, and destination countries and communities. The propensity to migrate tends to be highest among young people. 1 in 3 migrants is under age 30. The estimated number of young migrants aged 15-14 rose from 22.1 million in 1990 to 31.7 million in 2020. In 2020, young migrants accounted for 11.3% of the total migrant population and 2.6% among youth globally. In recent years, the number of children migrating unaccompanied by parents or guardians has increased as well. In 2015-2016, there were 5 times as many children estimated to be migrating alone than in 2010-2011. And also, at the end of 2022, of the 108.5 million forcibly displaced people as a consequence of conflict and violence, an estimated 43.3 million, 40%, are children below 18 years of age. Between 2018 and 2022, an average of 1.9 million children were born as refugees. The refugee population is much younger than the overall migrant population. Young people may choose to move within their home countries or internal migrants or beyond their national borders as international migrants. The majority of migrants stays in their own countries as internal migrants. Youth intending to migrate outside their national boundaries may first undertake rural-urban migration or urban-urban migration within their country of origin in order to find paid employment or intermediary service to support their plan for international migration. Youth migration may be forced or voluntary. Young people subjected to forced migration may be influenced by natural or man-made circumstances. Human trafficking, which is trade in human beings, typically involves various forms of coercion, most often with the aim of forced labor. In other cases, people leave their communities in response to threats to their lives and livelihoods. An example would be internal displacement occurring as a result of conflict or natural disaster. Other examples include those fleeing their country of origin to escape persecution on account of race, religion, nationality, political opinion, sexual orientation, or because they are a member of a persecuted social group, or because they are fleeing a war. In these cases, the migrants, even youth, are entitled to international protection as refugees. Voluntary migrants are not influenced by immediate external push factors as coercive pressure. Those who move of their own volition in order to improve their livelihoods include student migrants, young migrants joining their parents abroad, and young labor migrants. However, due to the complexity and interlinkage of the different factors leading to migration, it is often quite difficult to differentiate between forced and voluntary migration. Young people may also engage a secular migration. Traditionally, such migration has been limited to seasonal work activities in the agricultural sector, such as grain and wine harvesting and fruit and vegetable picking. More recently, an increasing number of international students have been crossing borders to inter and gain professional and international exposure during long school recess period. Gallup conducts ongoing surveys to provide up-to-date data on potential migrants worldwide. A recent study indicates that potential migrants are often young, educated, single,
underemployed, and relatively financially well off. A world poll carried out in 146 countries, India as well, estimated the number of individuals dreaming of permanently leaving their countries as a staggering on 630 million. However, out of that total, only 48 million were planning to move within the year, and only 19 million were actively preparing to emigrate. There is another problem linked on globalization, development, and migration, and this is the issue of brain drain. Brain drain appears to have gained wide usage in the late 60s, when growth in the migration of skilled personnel from developing to developed countries accelerated. Brain drain and brain gain both refer to consequences of migration for the host and sending societies in terms of transfer of human capital. Brain drain involves the departure of a society's high-skilled or well-trained individuals through emigration, usually youth. Brain gain, in turn, refers to phenomenon of such individuals contributing human capital to a host society, or eventually returning to their country, region of origin, and bringing new skills or capital with them. These phenomena are also collectively known as brain circulation. And to close this session, I would like to highlight the words of Pope Francis. Migration is linked with globalization, development, and some disequilibriums and inefficiencies and injustices produced by the globalization and development. So no one must be excluded. God's plan is essentially inclusive and gives priority to those living on the existential peripheries. Building the future with migrants and refugees means to recognize and to value how much each of them can contribute to the process of construction. So when we talk about migration, we talk about globalization and development. I would like to introduce a second theme, because migration is not only concerning globalization, financial or economical well-being, but it's concerning people, persons, families, links. And this is something very important, because sometimes the data and the scholars doesn't highlight it very well. But for us, member of the church and active pastors, is something very important. Before becoming an immigrant, the migrant is always and first and foremost an emigrant. The migration project is not a decision that belongs to the individual alone, but involves the family as a system, and often is motivated precisely by the family needs. This dynamic is known as the family migration mandate, and reveals the complexity of the decision-making dynamics and the implication for family relationship, even in the long term. The distance, often due to separation from the families of origin, can create stressful situations, also from a psychological, social, and even religious point of view. This is most evident when dealing with unaccompanied minors, children of parents separated due to emigration, or children reunited with emigrating families who have not chosen to emigrate. The difficulties young migrants encounter usually differ from the long-term challenges they face as they settle into destination societies. Recent arrivals are likely to experience culture shock and loneliness. They often face problems finding accommodations and employment, overcoming communication barriers, lack of information, or simply coping with different weather conditions and dealing with health issues. In the long term, they may face stereotyping, discrimination, and abuse at work or in society at large. These challenges may interfere with their social and economic integration and limit their possibilities and opportunities for development in a multitude level.
Social networks, both personal and institutional, often play an important role in facilitating the integration of youth migrants in destination societies. In this category, it is important to mention even the religious and liturgical based communities. Establishing connections in new places helps newcomers, migrants, settle in while maintaining ties with their countries of origin, eases the transition to a new place and provides emotional continuity. Young migrants lacking access to such support system tend to experience slower or less effective integration and are more vulnerable and likely to be subjected to abuse and exploitation. Many youth migrants struggle through a period of adjustment in their countries of destination and often lack the time and resources to actively challenge negative perception about them. Even when they have met their basic needs and are better situated in their host countries, they may be unwilling or unable to internalize certain cultural values that are very different from their own. This may extend through different and several generations. All these factors distance migrants from native populations, perpetuating bias, ignorance, and suspicion among the latter and effectively creating resistance to change in society, which can result in tougher migration policies and more difficult migrant adjustment experience. This situation, this dynamic, can create a self-feeding negative spiral that is difficult to break once initiated. Misinformation and misconception about migration and migrants still constitutes one of the biggest challenges faced by societies and institutions in countries of origin, transit, and destination. The changing patterns of migration and the growing diversity of migrants have further complicated migration issues and lives of individuals, migrants, and their families. Public perception of migration vary with time and place and are often shaped by contextual factors. During period of economic recession, when unemployment levels are high, migrants may be viewed with disfavor and even hostility, especially in transit and destination countries. Media content can reinforce negative perception about migration. For example, mainstream and social media, ranging from news programs to blogs, may link immigrants and migration policies in destination countries to security threats such as terrorism. Popular misconception surrounding migrants and migration can lead to harmful stereotyping, anti-immigrant discrimination, xenophobia, social exclusion, the abuse of migrant rights, and social unrest. There is a realistic risk of victimization and depersonalization of youth migrants that can be activated by switching from sociological legal categories to social and anthropological stigma. Migrant, asylum seeker, refugee are legal and sociological terms, useful to describe or circumscribe a reality or a group of people, but not to identify or describe the complexity of a person. In many societies, however, these terms have become a social discriminator. Migrant or refugee thus means a person in need, even poor, in need of everything. And this is to build the social stigma. Even more dangerous when these terms are used to identify people and individuals themselves. And thus loses his individuality, his original characteristics, and becomes an unspecified, generic migrant or refugees. And this is the anthropological stigma. To disrupt this vicious cycle,
Young migrants need to make their voice heard, to create support networks for new migrants, and to become actively involved in facilitating greater intercultural dialogue and understanding. It is necessary to see young migrants as actors who can contribute to the community that welcomes them and who can be a sign of vitality and richness in society of the Church. Pope Francis stressed, and I quote, "When it comes to migration, it is not just numbers that are at stake, but people, their history, culture, feelings, and aspiration. These people, who are our brothers and sisters, need continuous protection regardless of their migration status. Their fundamental rights and dignity must be protected and defended." I would like to introduce my third part, but the time is not enough. So I would like just only to highlight this third point. My third point is about the question now, in front of this globalization of the migration, development and globalization issues, in front of all this personal, psychological, individual, family, religious challenges, how can we deal with and how can we respond? For sure, even the guest speakers after me will stress a lot this situation. But I would like just to underline that the response to the challenges of the migration today and to abuse of the human rights is to return to a new anthropological Christian vision and the integral ecology as stressed, starting from Paul VI, that defined the Church an expert of humanity in the Populorum Progressio, John Paul II that said man is the primary root of the Church, Benedict XVI that said we need a true and new humanism, and in the end, in Fratelli Tutti, Pope Francis that said everything human concerns the Church according to the gospel principles. From a conceptual point of view, Pope Francis takes the term ecology as a kind of founding the relationship of the individual parts among themselves and with the whole. Integral ecology becomes the paradigm capable of bringing together development, environment phenomena, and problem issues such as livability, demography, migration, economics, urban planning, etc. Think globally and act locally is a concrete way for the society and the Church to face the complexity of the migration phenomenon, as well as the highest priority defense of and the promotion of the human rights. Thank you very much for attention, and sorry for bringing all these concepts in few time, but hopefully I was a little bit clear what was important to share with you today. The complexity of the phenomenon for migration, and about migration and migrants, we have to keep in mind that we are talking about people, not numbers, and to reinforce our action as Church with migrants and refugees, we need to return back to an anthropological Christian vision and to ecological a vision as Pope Francis, but all the modern popes gives to us. Thank you for your attention and for the invitation. Thank you, Father Dr. Aduscoda. It was really beautiful. You started with the global perspective, its challenges, and we need to think globally and act locally. Now it is time for us to ask for a few questions because we have 5 more minutes to go. If you have any questions, it is time for you to ask him because he'll be with us only for another 5 minutes. Any questions? Okay. Thank you, Father Doctor.
Skoda, we are moving you. on. Yeah, Thank you we are very moving much. on to the next Thank you for the presentation. invitation. Thank you, Father. Okay, we are moving on to the next topic that is dealt by Mr. Regimon Kuttappan. He is talking about migration of young people, Kerala perspective. He is an authentic journalist, a versatile author, an outstanding researcher, master in applied physics from MG University, acquired postgraduate diploma in journalism, diplomacy training from University of New South Wales, Sydney, Australia. He is the author of Undocumented Stories of Indian Migrants in Arab Gulf, published by Penguin Books. And at present, he is involved in many projects like ILO, Indian European Union, Mobility Media. He started his career as a journalist from New Indian Express, followed by Oman Tribute, chief reporter of Times of Oman, and now he is an independent journalist. Welcome you, sir, for the presentation. That was a lot of presentation about me. Thanks a lot to the Reverend Father and other priest and the audience. Malayalam, I'm not going for English because I was told not to speak in English. Yeah. കുടിയേറ്റം മതപരമായിട്ട് പറയുവാണെങ്കിൽ അല്ലെങ്കിൽ റിലീജിയസ് പുസ്തകങ്ങൾ കോട്ട് ചെയ്ത് പറയുവാണെങ്കിൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞ പോലെ യേശു ക്രിസ്തുവും ഒരു റെഫ്യൂജിയും മൈഗ്രൻറ്റുമായിരുന്നു ഈജിപ്തിലും ബെത്ലഹേമിലേക്കുമുള്ള ഇതിൽ. ഇനി ഹിന്ദു മതത്തിനെക്കുറിച്ച് പറയുകയായിരുന്നെങ്കിൽ ദ്വാരകയിൽ നിന്നും മധുരയിലേക്ക് പോയ ശ്രീകൃഷ്ണനെയും ഒരു പ്രവാസിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇസ്ലാം മതത്തിലേക്ക് പോവുകയാണെങ്കിൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത പ്രൊഫറ്റ് നബിയെയും നമുക്കൊരു പ്രവാസിയായിട്ട് കാണാൻ പറ്റും. സോ മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് പ്രവാസി എന്നാണ്, ബട്ട് ടെക്നിക്കൽ ടേം ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് മൈഗ്രൻ്റ് എന്നാണ്. അതിൻ്റെ ഡെഫിനിഷൻ UN പറയുന്നത് എ പേഴ്സൺ ഹു ലീവ്സ് ഹിസ് ഹോം ലാൻഡ്, അതൊരു വില്ലേജ് പോലും ആകാം, ഒരു താലൂക്ക് വേണമെങ്കിലും ആകാം, ലുക്കിംഗ് ഫോർ എ ജോബ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. അതിനൊത്തിരി വ്യത്യാസമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഫ്യൂജിയും മൈഗ്രൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. റെഫ്യൂജി പോയി കഴിഞ്ഞാൽ ചിലപ്പോഴേ തിരിച്ചു വരും. ബേസിക്കലി സിറിയയിൽ നിന്നൊക്കെ യുദ്ധം കാരണം പുറത്തോട്ട് UK ഒക്കെ പോകുന്ന സിറിയൻ അഭയാർത്ഥികൾ. പക്ഷേ നമ്മൾ ഇന്ത്യൻസ് എപ്പോഴും മൈഗ്രൻ്റ് ആയിട്ടാണ് പോകുന്നത്. 2 കൊല്ലത്തെ വിസ, 10 കൊല്ലത്തെ ഗോൾഡൻ വിസ, ഇതൊക്കെ പറഞ്ഞു പോയിട്ട് നമ്മൾ തിരിച്ചൊരു കാലത്ത് തിരിച്ചു വരും. So that's basically the difference between migrant and refugee. ഇനി സയൻറ്റിഫിക് ആയിട്ട് ഇതിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ റെക്കോർഡഡ് ആയിട്ടുള്ളത് 70,000 വർഷം പഴക്കമുണ്ട് ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനയ്ക്ക്. അവിടെ നിന്നുള്ള ആ DNA ആണ് ഇന്ത്യ വഴി ശ്രീലങ്ക വഴി ഓസ്ട്രേലിയയിൽ വരെ എത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ആ DNA ഒരു സയൻറ്റിഫിക് നെയിമുണ്ട്, അത് ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അത് ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷനാണ്. പിന്നെ മറ്റൊരു മൈഗ്രേഷൻ ആ കാലഘട്ടത്തോടു കൂടി ഉണ്ടായിരുന്നത് മുകളിൽ യൂറോപ്പിൻ്റെ മുകളിലും അതിന് ഒത്തിരി ശേഷം ടിബറ്റൻ സൈഡിലും, ഇങ്ങനെ 3 റേസ് ആയിരുന്നു മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഇന്ത്യൻ റേസ് എന്നൊക്കെ പറയുന്നത് ഈ ഔട്ട് ഓഫ് ആഫ്രിക്ക വഴി, ഇറാൻ വഴി, അഫ്ഗാനിസ്ഥാൻ വഴി, പാകിസ്ഥാൻ വഴി, ഇന്ത്യ, UP, കേരള, ശ്രീലങ്ക, ദെൻ ഇറ്റ് വെൻ ടു ഓസ്ട്രേലിയ എന്നാണ് പറയുന്നത്. ഈ ഔട്ട് ഓഫ് ആഫ്രിക്കയിലെ എത്യോപ്യയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ആ DNA തമിഴ്നാട്ടിലെ കീഴ്പ്പാടിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സോ ദാറ്റ്സ് വെൽ കണക്റ്റഡ് എന്നാണ് പറയുന്നത്. ശരി, ഇനി ലെറ്റ്സ് ഗോ ടു ദ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മൈഗ്രേഷൻ പറയുവാണെങ്കിൽ വി ഹാവ് മൗര്യൻ എംപയറിലും ഗുപ്ത എംപയറിലും ഒക്കെ ഉണ്ട്. ലെറ്റ്സ് ലീവ് ദോസ് തിങ്സ്. ആധുനിക കാലഘട്ടത്തിൽ, അതായത് ബ്രിട്ടീഷ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 1834 ഇന്ത്യക്കാരെ, ദരിദ്രരായ ഇന്ത്യക്കാരെ, തൊഴിലന്വേഷിക്കുന്ന ഇന്ത്യക്കാരെ കപ്പലുകളിൽ 1,50,000 60,000 പേരെ കയറ്റി സെൻട്രൽ ആഫ്രിക്കയിലേക്കും സെൻട്രൽ അമേരിക്കയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് കോളനികളിലെ മൈനുകളിലും തോട്ടങ്ങളിലും, അതായത് തേയിലത്തോട്ടം, കാപ്പിത്തോട്ടങ്ങളും പണിയെടുക്കാൻ കൊണ്ടുപോകുന്ന അടിമത്തൊഴിലാളികളാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുറത്തേക്ക് പോകുന്ന മൈഗ്രൻസ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അവരെ വിളിച്ചുകൊണ്ടിരുന്ന ഇൻഡെഞ്ചേർഡ് ലേബേഴ്സ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്.
അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഈ സുറിനാമിൽ ഇന്ത്യൻ പ്രസിഡൻറ്റ്, ഇന്ത്യൻ വംശജൻ. ഇപ്പോൾ നമ്മൾ ഈ കമലാ ഹാരിസ് പറയുന്നുള്ളൂ, US വൈസ് പ്രസിഡൻ്റായ കമലാ ഹാരിസ്. അവരൊക്കെ ഇന്ത്യൻ കണക്ഷൻ വരുന്ന ഈ പണ്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. ഈ ഫിജിയിലൊക്കെ ഇന്ത്യൻ പ്രസിഡൻ്റൊക്കെ വന്നിട്ടുണ്ട്, ഇന്ത്യൻ വംശം. അവരുടെയൊക്കെ ഗ്രാൻഡ് പേരൻസ് തോട്ടം തൊഴിലാളിയായിട്ട് പോയതായിരിക്കും. സോ ദാറ്റ്സ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി. അവിടെയും ഈ ആഫ്രിക്കയിൽ ഗാന്ധിജിക്ക് ഇതുമായിട്ടൊരു കണക്ഷനുണ്ട്. ഗാന്ധിജി ആദ്യമായിട്ട് സമരത്തിലേക്ക് ഇറങ്ങുന്നത് ഇന്ത്യൻ തൊഴിലാളികൾക്ക് ആ 2 കൊല്ലത്തെ കാലഘട്ടത്തിന് ശേഷം 25 പൗണ്ട് ഒരാൾ നികുതി അടച്ചെങ്കിൽ മാത്രമേ തുടരാനോ അല്ലെങ്കിൽ തിരിച്ചു പോയി വരാനോ സാധിക്കുകയുള്ളൂ എന്നൊരു നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെയാണ് ഗാന്ധിജിയുടെ ആദ്യ സമരം ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗാന്ധിജിയുടെ ആദ്യ സമരം എന്ന് പറയുന്നത് പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സമരമായിരുന്നു. ആ സമരത്തിനെ ഏറ്റെടുത്ത് പാർലമെൻറ്റിൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ബ്രിട്ടീഷുകാരോട് ഈ നിയമം പിൻവലിക്കണമെന്ന് പറഞ്ഞ് അത് പിൻവലിപ്പിച്ചത് 1910. അപ്പോൾ 1834 തൊട്ട് തുടങ്ങിയതാണ്. 1880-കൾക്ക് ശേഷമാണ്, 90-കളിലൊക്കെയാണ് ഗാന്ധിജി. അതിന് ശേഷമാണ് 1910-ലാണിത്. ഇത്രയുമാണ് ഒരു ടോട്ടലി ഒരു റിലീജിയസ്, സയൻറ്റിഫിക്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു മൈഗ്രേഷൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇനി കേരളത്തിലേക്ക് വരുവാണെങ്കിൽ 1920s-ലും 30s-ലും ഒക്കെ ഉണ്ടല്ലോ, വി യൂസ് ടു മൈഗ്രേറ്റ് ടു സിംഗപ്പൂർ. സിംഗപ്പൂരിലേക്കും ജാവയിലേക്കൊക്കെ പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വർക്കലേക്കടുത്തൊരു സിംഗപ്പൂർ കോളനിയുണ്ട്. എല്ലാ വീട്ടിലും അവരുടെ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ ആരെങ്കിലുമൊക്കെ സിംഗപ്പൂരിൽ പോയിട്ടുള്ളവരാണ്. ആദ്യം നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കായിരുന്നു മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ 1940-കളിലും 50-കളിലും ഒക്കെ എണ്ണ കണ്ടെത്തി തുടങ്ങിയപ്പോൾ ഗൾഫിലേക്കുള്ള കുടിയേറ്റം തുടങ്ങി. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന 1962 13-ാമത്തെ വയസ്സിൽ ലോഞ്ചിൽ ബോംബെയിൽ നിന്നും പോയ ഒരു മലയാളി വർക്കലയിലുണ്ട്. എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന് 19-25 വയസ്സായിട്ടുണ്ട് ഇപ്പം. പക്ഷെ നല്ല ആരോഗ്യവാനാണ്, പഴയ കാര്യങ്ങളൊക്കെ അറിയാം. ഒരുപാട് അറ്റംപ്റ്റുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ലോഞ്ചിൽ എത്തപ്പെടാൻ സാധിച്ചതും. എത്തി കോഫർഖാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തുകയും മസ്കറ്റിലെത്തുകയും പിന്നെ അവിടെ നിന്ന് കോഫർഖാനിലെത്തുകയും അന്ന് അബുദാബിയും ദുബായൊക്കെ വേറെയായിരുന്നു. അബുദാബി ഡെസേർട്ട് കടന്ന് ദുബായിലെത്തി ദുബായ് ക്രീക്ക് പണിത മേസന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ അത്രയ്ക്കൊരു ചരിത്രം ഉണ്ട് കേരളത്തിൻ്റെ ഒരു പ്രവാസി അല്ലെങ്കിൽ കുടിയേറ്റത്തിന്. അന്ന് ഈ 40-കളിൽ 50-കളിൽ 60-കളിൽ 70-കൾ വരെ അല്ലെങ്കിൽ 80 വരെ കുടിയേറ്റം നടന്നുകൊണ്ടിരുന്നതിൻ്റെ ബേസിക് റീസൺ കേരളത്തിലെ പട്ടിണിയായിരുന്നു, ജോലിയില്ലാത്തതായിരുന്നു. ഇപ്പോഴും പട്ടിണിയില്ല എന്ന് പറയാം, പക്ഷെ അൺഎംപ്ലോയ്മെൻറ്റ് തന്നെയാണ് ഒരു പുഷ് ഫാക്ടർ. അപ്പോൾ നമ്മൾ പറയും ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയും. ഓക്കെ, അഗ്രി ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാന്യമായ വേതനം തരുന്ന ഒരു ജോലി ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ നിർബന്ധിതരാകുന്നത് കുടിയേറാൻ. ദാറ്റ്സ് വൺ തിങ്. ഇനി നമ്മൾ ഇപ്പോഴത്തെ ടോപ്പിക്കിലേക്ക് വരുവാണെങ്കിൽ സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ. ഓക്കെ, സ്റ്റുഡൻറ്റ് മൈഗ്രേഷനിൽ ദർ ആർ 2 മെയിൻ റീസൺസ് എന്തുകൊണ്ട് സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ ഉണ്ടാകുന്നുള്ളത്. വൺ തിങ് ഇസ് ദാറ്റ് കേരളത്തിൽ ബെറ്റർ കോളേജസ് ഇല്ല, ജോബ് മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ബെറ്റർ കോഴ്സസ് ഇല്ല. അതിനേക്കാളൊക്കെ ഉപരി ബെറ്റർ ജോബും കിട്ടുന്നില്ല. അതാണ് ഒരു ഇഷ്യൂ. ബെറ്റർ കോളേജസ് ഇല്ലെന്ന് പറയാൻ കാരണം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചാറ്റ് GTP, AI ടെക്നോളജി, ഇത്തരം കോഴ്സുകൾ പഠിപ്പിക്കുന്ന കോളേജുകൾ കേരളത്തിൽ കുറവാണ്. ദാറ്റ്സ് വൺ തിങ്. ബെറ്റർ കോഴ്സസും ഇല്ല, ഈ AI പോലെ പഠിപ്പിക്കുന്ന കോഴ്സസും ഇല്ല. ഇനി ഇതൊക്കെ പഠിച്ചാൽ തന്നെ IT രംഗത്താണെങ്കിൽ പോലും എനിക്ക് കിട്ടാൻ 2 സ്ഥലമേ ഉള്ളൂ ജോലി കിട്ടാൻ. ഒന്ന് ടെക്നോ പാർക്കും ഒന്ന് സ്മാർട്ട് സിറ്റി. ദാറ്റ്സ് ഇറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് തുടങ്ങിയ സംസ്ഥാനമാണ് കേരളം, ടെക്നോ പാർക്ക്. അതിനുശേഷം IT-യിലേക്ക് കാലെടുത്ത് വെച്ചവരാണ് കർണാടക, ബാംഗ്ലൂർ. അവരാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ IT എക്സ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ 4-ാം സ്ഥാനത്തും 5-ാം സ്ഥാനത്തുമാണ്. അതൊക്കെ പോളിസി ഇഷ്യൂസ് ആയിക്കോട്ടെ. അപ്പം ഞാനൊരു MSc BSc കഴിഞ്ഞു, അല്ലെങ്കിൽ I just completed my +2. എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളത് ആമസോൺ, NVIDIA, സോണി, ഇങ്ങനെയുള്ള വലിയ കമ്പനീസ്, ജർമ്മൻ ഫോഴ്സ്, അത് ചിപ്പൊക്കെ ഉണ്ടാക്കുന്ന സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനീസ്. അവരിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ
എനിക്കിവിടെ അത് പഠിപ്പിക്കുന്ന കോളേജുകളുമില്ല, കോഴ്സുകളുമില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഈ കോഴ്സ് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങും. ഈ എൻജിനീയർ ആകുക, ഡോക്ടർ ആകുക എന്നുള്ള ആ ട്രെൻഡൊക്കെ നിന്നു. ദാറ്റ്സ് വൺ. ആ ട്രെൻഡൊക്കെ നിന്നു. നൗ സ്റ്റുഡൻസ് ആർ മോർ ഇൻ ടു ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് ജോബ്സ്. ഈ ജോബ്സിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കതിനെ അറിയാം ഒത്തിരി പേർക്ക് ജോലിയുള്ള എൻവിഡിയയിലൊക്കെ ജോലിയുള്ള എൻവിഡിയ എന്ന് പറഞ്ഞൊരു കമ്പനി നിങ്ങൾ ഗൂഗിൾ ചെയ്തറിയാം. അവരാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവിടെ ജോലിയുള്ള മലയാളി കുട്ടികളുണ്ട്. അവർക്ക് ശമ്പളത്തോടൊപ്പം കമ്പനിയുടെ ഷെയറും കൊടുക്കുകയാണ്. ശമ്പളം മാത്രമല്ല, ഷെയറും. സോ അതുകൊണ്ടാണ് ഈ സുന്ദർ പിച്ചൈ, ഗൂഗിളിൻ്റെ ഒക്കെ സുന്ദർ പിച്ചയുടെ ഒക്കെ ആസ്തി 10,000 കോടി 20,000 കോടി എന്നൊക്കെ പറയാൻ കാരണം ഈ കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടി കണക്ക്. സോ കുട്ടികൾക്ക് അത്തരമുള്ള കോഴ്സുകളും കോളേജുകളും ഇല്ലാത്തത് കൊണ്ട് താല്പര്യപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം പിയർ പ്രഷറാണ്. പണ്ട് ഗൾഫിൽ മനുഷ്യൻ പോയിക്കൊണ്ടിരുന്നപ്പം ഈ നമ്മുടെ കേരളത്തിലുള്ള CDS, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് തിരുവനന്തപുരത്തെ സർക്കാർ സ്ഥാപനം നടത്തിയിട്ടുള്ള സർവേ അനുസരിച്ച് കേരളത്തിലെ ഓരോ 5ാമത്തെ വീട്ടിലും ഒരു പ്രവാസി കാണുമെന്നാണ് പറയുന്നത്. നിങ്ങൾ തന്നെ ഓർത്താൽ മതി, നിങ്ങളുടെ 5ാമത്തെ വീട്ടിനുള്ളിൽ ഒരു പ്രവാസി കാണും എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടികൾക്കും ഇപ്പോൾ ഇതൊരു പിയർ പ്രഷറാണ്. എൻ്റെ കൂട്ടത്തിൽ പഠിച്ചവൻ ഓസ്ട്രേലിയയിൽ പോയി, അമേരിക്കയിൽ പോയി, UK പോയി, എനിക്കും പോകണം. സോ വിൽ പുട്ട് പ്രഷർ ഓൺ പേരൻസ്. ഹി വിൽ ബി ലുക്കിംഗ് ഫോർ കോഴ്സസ്, കോളേജസ് പോകാനുള്ള പിയർ പ്രഷർ. സോ ദീസ് ആർ ദ 2 മെയിൻ റീസൺസ്. ഒരു ബെറ്റർ ഫ്യൂച്ചർ വേണം, അതിന് ബെറ്റർ ജോബ് വേണം. ബെറ്റർ ജോബ് വേണമെങ്കിൽ ബെറ്റർ എഡ്യൂക്കേഷൻ വേണം. ബെറ്റർ എഡ്യൂക്കേഷൻ വേണമെങ്കിൽ ബെറ്റർ കോഴ്സ് വേണം. ബെറ്റർ കോഴ്സ് വേണമെങ്കിൽ ബെറ്റർ കോളേജ് വേണം. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് പിയർ പ്രഷർ. ദാറ്റ്സ് വെരി ക്ലീൻ. ഇനി ഇതിനൊരു കണക്ക് പറയാം. 2022 7,50,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ പുറത്ത് പഠിക്കാൻ പോയിട്ടുണ്ട്. 2021 വെറും 4.5 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 4.5 ലക്ഷത്തിൽ നിന്നും 1 വർഷം കഴിഞ്ഞപ്പോൾ 3 ലക്ഷത്തിൻ്റെ കുതിപ്പ്. ഇതൊരു പുതിയ ട്രെൻഡാണ്. UK 2022 1,39,000 സ്റ്റഡി വിസയാണ് ഗ്രാൻഡ് ചെയ്തത്. 1,39,000 ഇന്ത്യൻസിന്. കേരളം അല്ല ഈ കണക്ക്, എനിക്ക് കേരളത്തിന് കണക്കില്ല, ഇന്ത്യൻസിന്. അതേസമയം 3 കൊല്ലം മുമ്പ് 2019 വെറും 34,000 സ്റ്റഡി വിസ മാത്രമേ ഇഷ്യൂ ചെയ്തിട്ടുള്ളായിരുന്നു ഇന്ത്യൻസിന് UK. ഇന്ന് ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് നമ്പർ 1 ഇൻ നമ്പേഴ്സ്, ബീറ്റിംഗ് ചൈന ടു ദ സെക്കൻഡ് പൊസിഷൻ. നേരത്തെ ചൈനീസ് കുട്ടികളായിരുന്നു, ഇപ്പോൾ ചൈനീസ് കുട്ടികൾ സെക്കൻഡ് പൊസിഷനിലായി. സോ ദിസ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്സ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഇത് മനസ്സിൽ വെച്ചോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ പിയർ പ്രഷറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ പിയർ പ്രഷറും എനിക്ക് നല്ല ഭാവിയും വേണമെന്ന് പറഞ്ഞു പോകുമ്പോൾ 2 ചലഞ്ചസ് ഉണ്ട് ഇവിടെ. ഒരു 5 കൊല്ലം മുമ്പ് ഇവിടെ 1000 എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസീസെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, മാക്സിമം 1000. ഇപ്പം എല്ലാ താലൂക്കിലും എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസീസ് ആണ്. എനിക്ക് ഇവരോട് സംസാരിക്കുമ്പോൾ അറിയാൻ സാധിച്ചത് ഏകദേശം 6,000-7,000 കൺസൾട്ടൻസീസ് എങ്കിലും പുതിയതായിട്ട് പോപ്പപ്പ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. പുതിയതായിട്ട് ദേ ആർ രജിസ്റ്റേർഡ് കൊണ്ട്, രജിസ്റ്റേർഡ് അല്ലാത്തത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ പറയാം. അതായത് ഇവർ രജിസ്റ്റേർഡ് ആണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, ഇവരെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പത്രത്തിൽ വരുന്ന പരസ്യം, TV വരുന്ന പരസ്യം, ബൈ മൗത്ത് വേർഡ് നമ്മൾ കേട്ടിട്ട് ഏതെങ്കിലും ഒരു ഏജൻസി പോകുന്നു, നമ്മുടെ കുട്ടിയെ പഠിപ്പിക്കാൻ അവർ സഹായിക്കുന്നു, 10-25 ലക്ഷം കൊടുക്കുന്നു, കുട്ടി കാനഡയിൽ എവിടെയെങ്കിലും പോകുന്നു. നല്ല കോഴ്സാണോ നല്ല കോളേജാണോ നമുക്കറിയില്ല. ഫൈനലി ചിലപ്പോൾ പ്രോബ്ലത്തിൽ ചെന്ന് വീഴുകയും അവസാനം അവിടുത്തെ ഏതെങ്കിലും ഒരു കെയർ ഹോമിലോ അല്ലെങ്കിൽ ഡിഷ് വാഷറായിട്ടോ അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ ഫില്ലറായിട്ടോ നിൽക്കേണ്ട ഗതി വരുന്നു. ബട്ട് ദെൻ അതർ തിങ് ഇസ് ദാറ്റ് 5 കൊല്ലം എങ്ങനെയും പിടിച്ചു നിന്നാൽ PR കിട്ടും, എൻ്റെ അച്ഛനമ്മയും വരും, ആ PR സ്റ്റാറ്റസ് വെച്ചിട്ട് എനിക്കൊരു മാരേജ് ഉണ്ടാകും. സോ 5 കൊല്ലം സ്ട്രഗിൾ ചെയ്താൽ മതി എന്നുള്ള റിസ്ക് എടുക്കുന്ന കുട്ടികളും ഉണ്ട്. എന്നാൽ പഠിക്കാൻ വേണ്ടി മാത്രം പോയിട്ട് ഇത് കോഴ്സ് കിട്ടാത്തതുകൊണ്ട് വിഷമിച്ച് പൈസ കളഞ്ഞ് തിരിച്ചു വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ റെഗുലേഷൻ ഇല്ല എന്നുള്ളത് ഒരു ഇഷ്യൂ ആണ്. ഈ റെഗുലേഷൻ ഇല്ലാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും രസകരം. 1983 കുടിയേറ്റ നിയമം അനുസരിച്ചാണ്, 40 വർഷം പഴക്കമുണ്ട് ഈ നിയമത്തിന്. 1983 എമിഗ്രേഷൻ ആക്ട് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴും കുടിയേറ്റം തീരുമാനിക്കുന്നത്, നമ്മുടെ സർക്കാർ.
നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പാസ്പോർട്ട് വേണം, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെ പോകണം, നിങ്ങൾ പോയാൽ ഇന്ത്യൻ എംബസി എന്ത് സഹായം ചെയ്യും എന്നൊക്കെ. ഇപ്പോൾ ഈ ലോകത്ത് 1,30,00,000 ഇന്ത്യക്കാർ പുറത്ത് പണിയെടുക്കുന്നുണ്ട്. അതിൽ 90 ലക്ഷം 6 ഗൾഫ് രാജ്യങ്ങളിലും ജോർദൻ, ലെബനൻ എന്ന 2 രാജ്യങ്ങളിലുമായിട്ടാണ് 90 ലക്ഷം. ബാക്കി 40 ലക്ഷം മാത്രമേ നമ്മൾ ഈ പറയുന്ന യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ജോലി എടുക്കുന്നുള്ളൂ. ബേസിക്കലി മലയാളി ഇപ്പോഴും മൈഗ്രേറ്റ് ചെയ്യുന്നത് ഗൾഫിലേക്കാണ്. ഇനി ഇതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. അതിനൊരു കണക്കുണ്ടെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം RBI ഇറക്കിയ കണക്കനുസരിച്ച് 6.25 ലക്ഷം കോടിയാണ് ഇന്ത്യയിലേക്ക് റെമിറ്റൻസ് വന്നത്. അതിൽ 2 ലക്ഷം കോടി കേരളത്തിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അതായത് 1/3 നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു 2020 വരെ. പക്ഷേ 21-22 ആയപ്പോൾ കളം മൊത്തം മാറി. നമ്മുടെ റെമിറ്റൻസ്, അതായത് ഇങ്ങോട്ട് വരുന്ന പൈസ 1 ലക്ഷം കോടിയായിട്ട് കുറയുകയും 1 ലക്ഷം കോടി മാത്രം റെമിറ്റൻസ് കിട്ടിക്കൊണ്ടിരുന്ന മഹാരാഷ്ട്രയിലെ റെമിറ്റൻസ് 2 ലക്ഷം കോടിയായി കൂടുകയും ചെയ്തു. അവർ നമ്മളെ കവർ ചെയ്തു. ഏറ്റവും കൂടുതൽ ഈ പ്രവാസി പണം വരുന്നത് അവരിലേക്കായി. അതും ഈ എഡ്യൂക്കേഷനും സ്റ്റുഡൻറ്റ് മൈഗ്രേഷനായിട്ട് ബന്ധമുണ്ട്. കാരണം ബെറ്റർ കോളേജസ് മഹാരാഷ്ട്രയിൽ ഉള്ളത് കൊണ്ടും അഡ്വാൻസ് കോഴ്സസ് അവിടെ പഠിപ്പിക്കുന്നത് കൊണ്ടും അവിടെ പഠിക്കുന്ന കുട്ടികൾ ഗ്ലോബലി പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. ഗ്ലോബലി പ്ലേസ് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് ശമ്പളത്തോടൊപ്പം തന്നെ ഷെയറും കിട്ടുന്നത് കൊണ്ട് ഡെഫിനറ്റ്ലി ദേ ആർ ഇൻവെസ്റ്റിംഗ് ബാക്ക് ഇൻ ഇന്ത്യ. റിയൽ എസ്റ്റേറ്റിലോ തോട്ടം മേടിക്കുന്നതിലോ വീട് പണിയുന്നതിലോ അങ്ങനെ റെമിറ്റൻസ് വന്നു കയറുന്നുണ്ട്. ശമ്പളമായിട്ട് അയക്കുന്നവരും കാണും. അല്ലാതെ മറ്റ് അത്ഭുതമോ മാജിക്കോ നമ്മൾ കാണാത്തൊരു വസ്തുതയൊന്നും ഈ റെമിറ്റൻസ് കൂടിയതിൻ്റെ അകത്ത് ഇല്ല. ബിക്കോസ് നമ്പർ ഓഫ് മൈഗ്രൻസ് ഇപ്പോഴും കേരളത്തിൽ നിന്നാണ് കൂടുതൽ പോകുന്നത്. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഗൾഫിൽ. എന്തിനാണ് പോകുന്നത്? ഇപ്പോഴും നമ്മൾ കാഷ്യർ, അക്കൗണ്ടൻറ്റ്, ഡോക്ടർ, നേഴ്സ്, സെയിൽസ്മാൻ, കഫ്തീരിയ, നമ്മളിപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നില്ല എന്നുള്ളൂ, മിഡ് ലെവൽ ജോബിന് പോകുന്നു. ഈ മിഡ് ലെവൽ ജോബിന് പോകുമ്പോൾ നമ്മുടെ ശമ്പളം മാക്സിമം ഒരു 80,000 1 ലക്ഷം വരും. അതിലൊരു 50,000 അവിടെ തീർക്കും. ബാക്കി ഒരു 30,000 20,000 വീട്ടിലോട്ടയക്കും. ഇത് എത്ര അയച്ചാലും ഗൾഫിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് ഇത്രയേ ഉള്ളൂ. കാരണം നിങ്ങളൊരു ഒരു 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 ബോണ്ടഡ് ലേബർ സിസ്റ്റത്തിൻ്റെ അകത്ത് നിൽക്കുന്നത്. അമേരിക്ക പോലെ ഒന്നും അല്ല, കാനഡ പോലെയല്ല, കുറച്ചുകൂടി എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ലേബർ കണ്ടീഷൻസാണ്. അപ്പം ഞാൻ പറഞ്ഞ ഈ സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ കണ്ട മഹാരാഷ്ട്ര എങ്ങനെയാണ് അതവർ ടേക്ക് ഓവർ ചെയ്തെന്നുള്ളത്. സോ ഈ 83 എമിഗ്രേഷൻ ലോ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല 1,30,00,000 ആൾക്കാരും പുറത്തുണ്ടെന്ന്. അതിൻ്റെ പകുതിയെ ഉണ്ടായിരുന്നതൊക്കെ ഉള്ളൂ 83. അന്നുണ്ടായിരുന്ന ഗൾഫോ കാനഡയോ അമേരിക്ക അല്ല ഇന്ന് 2023 ഗൾഫോ കാനഡയോ അമേരിക്ക. സാഹചര്യങ്ങൾ മാറിയതനുസരിച്ചിട്ട് ആ ലോ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ആരാണിത് ചെയ്യേണ്ടത്? ഗവൺമെൻറ്. അന്ന് വിദ്യാർത്ഥികൾ ആരും മൈഗ്രേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ മൈഗ്രേഷനെ കുറിച്ചിട്ട് ആ ലോയ്ക്കകത്ത് ഒരു അക്ഷരവും പറയുന്നില്ല. ശരി, നമുക്ക് ലോ പുതുക്കാം എന്നൊക്കെ പറഞ്ഞ് സർക്കാർ പ്രഷർ ചെയ്ത് നമ്മൾ ചർച്ചയൊക്കെ ചെയ്ത് ലോ പുതുക്കാൻ തീരുമാനിച്ചു 2019. അത് നമ്മളോടൊക്കെ സജഷൻസൊക്കെ വാങ്ങിച്ചു. നമ്മൾ പറഞ്ഞു കുട്ടികളുടെ മൈഗ്രേഷൻ അതിനകത്ത് കൊണ്ടുവരണം, അവരെ പ്രത്യേകമായിട്ട്. ഇപ്പം നമുക്കിവിടെ അറിയില്ലേ, പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻ്റ് എന്ന് പറഞ്ഞൊരു ഓഫീസുണ്ട്, കൊച്ചിയിലുണ്ട്, ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ട്. അവരാണ് സർക്കാർ തലത്തിൽ പോകുന്നവരുടെ എണ്ണം വെക്കുകയും കൃത്യമായി ഏജൻസി ഏതാണ്, വ്യാജമാണോ അല്ലയോ എന്ന് പറയുകയും ജോലി തരുന്ന സ്ഥാപനം നല്ലതാണോ അല്ലയോ എന്നൊക്കെ പറയുന്ന അവരാണ് നമ്മുടെ സംരക്ഷകർ. ഇന്ത്യൻ എംബസിയും പാസ്പോർട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റും പ്രസിഡൻറ്റും ആയതുകൊണ്ട് ഈ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻ്റ് പോലെ കുട്ടികളുടെ മൈഗ്രേഷൻ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളെ റെഗുലേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഓഫീസുകൾ കൊണ്ടുവരാം സർക്കാർ തലത്തിൽ. അവരവിടെ രജിസ്റ്റർ ചെയ്യട്ടെ, അവർ മേൽനോട്ടം വഹിക്കാമെന്നൊക്കെ പറഞ്ഞ് 2019 മാറിയ സാഹചര്യങ്ങളനുസരിച്ച് ഈ എമിഗ്രേഷൻ ലോ പുതുക്കാൻ തീരുമാനിച്ചു. പുതുക്കിയൊക്കെ കൊടുത്തു. പക്ഷെ പാർലമെൻറ്റിൽ കൊണ്ടുപോയിട്ട് രാജ്യസഭയിൽ പാസ്സാക്കി, ലോകസഭയിൽ പാസ്സാക്കാതെ ലാപ്സ് ആയിപ്പോയി ഈ മോഡി സർക്കാർ, ഇതിനു മുമ്പിലത്തെ മോഡി സർക്കാർ. അപ്പോൾ അടുത്ത സർക്കാർ വന്നു. അപ്പോഴത്തേക്ക് പിന്നെയും 2021 ആദ്യം തൊട്ട് ഈ എക്സസൈസ് തുടങ്ങി. ഡ്രാഫ്റ്റ് എവിടെ വേണം, ക്ലോസ് ചെയ്ത് വേണം. അപ്പോഴും നമ്മൾ സ്റ്റുഡൻറ്റ് മൈഗ്രേഷനും മറ്റ് ലേബർ മൈഗ്രേഷൻ്റെ ആസ്പെക്ട്സ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തു. ഇൻട്രസ്റ്റിംഗ്ലി
ഫൈനൽ ഡ്രാഫ്റ്റ് വന്നതിൻ്റെ അകത്ത് സ്റ്റുഡൻറ് മൈഗ്രേഷൻ വാസ് ടേക്കൻ ഔട്ട്. എപ്പോഴാണിത് സംഭവിക്കുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞ് 7.5 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പുറത്ത് പഠിക്കുമ്പോൾ 1,39,000 ഇന്ത്യൻ സ്റ്റുഡൻറ്റ് വിസ UK-യിലുള്ളപ്പോൾ ഇന്ത്യൻ സർക്കാർ അവരുടെ പുതുക്കിയ ഡ്രാഫ്റ്റ് എമിഗ്രേഷൻ ബില്ലിൻ്റെ അകത്ത് അവർക്ക് സ്റ്റുഡൻറ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞൊരു ഒറ്റ പേജുമില്ല, പാരഗ്രാഫുമില്ല. സോ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ. സോ ഐ ടോൾഡ് അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് മൈഗ്രേഷൻ, ഐ ടോൾഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ സ്റ്റുഡൻറ് മൈഗ്രേഷൻ, ആൻഡ് ഐ ടോൾഡ് അബൌട്ട് വാട്ട് കുഡ് ബി ഡൺ ഇൻ സ്റ്റുഡൻറ് മൈഗ്രേഷൻ. സ്റ്റുഡൻറ് മൈഗ്രേഷനിൽ ഇപ്പോൾ ചർച്ചിന് എത്രത്തോളം ഇടപെടാൻ പറ്റുമെന്ന് അറിയില്ല. ഫാദർ യൂജീന് ഞാനും സംസാരിക്കാറുണ്ട്. ഈസ് എ വെരി ക്ലോസ് ഫ്രണ്ട്. അദ്ദേഹത്തിന് എപ്പോഴും ഫോക്കസ് സ്റ്റുഡൻറ് മൈഗ്രേഷനിലാണ്. നമ്മൾ ഈ ഡ്രാഫ്റ്റ് വന്നപ്പോൾ പോലും ഞാനും ഫാദർ യൂജീനൊക്കെ സ്റ്റുഡൻറ് മൈഗ്രേഷൻ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തതാണ്. പക്ഷെ അത് ടേക്ക് ഔട്ട് ചെയ്തു. ഐ ഡോണ്ട് നോ വാട്ട് കൈൻഡ് ഓഫ് ലോബിങ് പ്രഷർ യു പീപ്പിൾ ഹാവ് ആൻഡ് ഓൾ, ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. But if you definitely truly care about your children going out of India for studies or job, then you should put pressure on the central government to get the student migration laws included in the upcoming or next immigration bill. ഇപ്പോൾ ഈ എമിഗ്രേഷൻ ബില്ല് 2021 എമിഗ്രേഷൻ ബില്ല് ഹോൾഡ് ചെയ്തിരിക്കുക. അതിന് എനിക്കറിയാൻ സാധിച്ച റീസൺ, അവർക്ക് ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇത് വിദേശകാര്യ വകുപ്പിലായിരുന്നല്ലോ. അതിന് മുമ്പ് ഇത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലായിരുന്നു. അത് കഴിഞ്ഞ് വയലാർ റവി വന്നപ്പോൾ അതിനെ 2 ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റിയിട്ട് ഒന്ന് വിദേശകാര്യ വകുപ്പ്, ഒന്ന് ഓവർസീസ് ഇന്ത്യൻസ് എന്നാക്കി. സുഷമ സ്വരാജ് വന്നപ്പോൾ ഇത് രണ്ടിനെയും കൂടി ചേർത്തെടുത്ത് വെച്ചിട്ട് ട്രേഡും ഡിപ്ലോമസിയും കൂടി നോക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ തൊഴിലാളിയുടെ കാര്യം കൂടി നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അത് അവിടെ വെച്ചു. സ്വാഭാവികമായിട്ടും തൊഴിലാളിയുടെ കാര്യം അവഗണിക്കപ്പെട്ടു. ട്രേഡും ഡിപ്ലോമസിയും മാത്രം സംസാരിച്ചു. ഇപ്പം പുതിയ ഡ്രാഫ്റ്റ് കൊണ്ടുവന്നതിൻ്റെ അകത്ത് ദർ ഇസ് നോ മെൻഷൻ അബൌട്ട് സ്റ്റുഡൻറ് മൈഗ്രേഷൻ അറ്റ് ഓൾ. കാരണം 10,000 മെഡിക്കേഷൻ കൺസൾട്ടൻസീസ് ഉള്ളപ്പോൾ ഇതിലാരാണ് വ്യാജൻ, ഇതിലാരാണ് നല്ലത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നല്ല കോളേജ് ഏതാ, നല്ല കോഴ്സ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം UK-യിലൊക്കെ ഒരുപാട് കോളേജുകളും കോഴ്സുകളും ഉണ്ട്. സോ എനിക്കെപ്പോഴും പോളിസി ലെവലിൽ ചേഞ്ചസ് വരുത്തതിനെ കുറിച്ചിട്ടാണ് ഐ ബീൻ ട്രെയിൻഡ് ഓൺ ദാറ്റ്. സോ വാട്ട് ഐ പ്രപ്പോസ് ഇസ് ദാറ്റ് ഐ എം വൈൻഡിങ് അപ്പ്. ഞാൻ എന്താ പ്രപ്പോസ് ചെയ്യുന്നത്, നിങ്ങളിത് കൃത്യമായിട്ട് സ്റ്റുഡൻറ് മൈഗ്രേഷനെ കുറിച്ച് ആലോചിക്കുക. പുതിയ ബില്ലിൽ സ്റ്റുഡൻറ് മൈഗ്രേഷൻ എങ്ങനെയെങ്കിലും ലോബി ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ദാറ്റ് വിൽ ഹെൽപ്പ് അവർ ചിൽഡ്രൻസ് ഫ്യൂച്ചർ ആൻഡ് സെക്യൂർ ദ ഫ്യൂച്ചർ. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു മിസ്റ്റർ എജിമോൻ കുട്ടപ്പൻ. നമുക്കറിയാം ഇന്ത്യയിലെ ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട തൊഴിലിനോടനുബന്ധിച്ചിട്ടുള്ളത് പിയർ പ്രഷർ കൊണ്ടും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ റിക്വയർമെൻറ്റ്സും നിയമത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു. ഒത്തിരി നന്ദി. നമുക്ക് എല്ലാവർക്കും ഒന്ന് അദ്ദേഹത്തെ അഭിനന്ദിക്കാം. നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഫാദർ ജെയ്സൺ വടശ്ശേരിയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം നമ്മളുടെ വരാപ്പുഴ അതിരൂപത അംഗവും CCBIയുടെ സെക്രട്ടറി ടു കമ്മീഷൻ ഫോർ മൈഗ്രൻസ് അദ്ദേഹമാണ്. അദ്ദേഹം ഇൻ്റർനാഷണൽ കാത്തലിക് മൈഗ്രേഷൻ കമ്മീഷൻ്റെ സെക്രട്ടറി കൂടിയാണ്. സോഷ്യൽ വർക്കിൽ മാസ്റ്റേഴ്സ്, LLM എന്ന പഠനത്തിന് ശേഷം അതിനുശേഷം CBCIയുടെ ലേബർ കമ്മീഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു.
ജേസൺ അച്ഛന് കേൾക്കാമെങ്കിൽ പ്ലീസ് സ്റ്റാർട്ട്. ഫുൾ സ്ക്രീൻ കൂടി ആക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിലൂടെ നന്നായിട്ട് കാണാനായിട്ട് പറ്റും. ഹലോ. Okay, now it is okay, na? Okay, I'm sorry. Migration of the Catholic Church, response to the Catholic Church to the first definition, maybe pastoral care of the migrants. Church ചെയ്യാൻ ശ്രമിക്കുന്നത് accompanying the migrants. The pastoral care in the definition the Catholic Church is giving all actions undertaken by the church members aiming at concretely manifesting the loving concern and the saving power of God towards humankind and all creation. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നോട്ട് ഓൺലി ഫോർ എനി ഒരു സക്രമെന്റൽ കൺസേൺ മാത്രമല്ല, ഓൾ ആക്ഷൻസ്, എന്തെല്ലാം കർത്താവിന്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് വാട്ട് എവർ വി ഡു, തിങ്കിങ് that will help. God also will work through us towards all humankind and all creation. അപ്പോൾ ഇത് ഒരു പാസ്റ്റൽ കെയർ എന്ന് മനസ്സിലാക്കിയാൽ എവ്രിതിങ്, ഈവൻ എ സിംഗിൾ ഗ്ലാസ് ഓഫ് വാട്ടർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് വി ഡു, തിങ്കിങ് ദാറ്റ് വിൽ ഹെൽപ്പ് മെനി. അത് എല്ലാവർക്കും വേണ്ടിയുള്ള സഭയുടെ കൺസേൺ ആണ്. ഇതൊരു പക്ഷേ ഫാദർ ആൽദോ സ്കോഡ അവസാനം പറഞ്ഞ ന്യൂ ആന്ത്രോപോളജി, ന്യൂ ഹ്യൂമനിസം, ചർച്ച് ഈസ് ഓൾവേസ് എൻ എക്സ്പെർട്ട് ഇൻ ഹ്യൂമനിസം എന്ന് പറയാനുള്ള ഇതാണ് ചർച്ചിന്റെ ഒഫീഷ്യൽ ഡെഫിനിഷൻ. The pastoral care include not only the sacramental service for the migrants, including the students' migration, others also, and all humanity. Then നമ്മൾ ബൈബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എബ്രഹാത്തിന് he was a migrant. അദ്ദേഹത്തിന് സാറ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, I am a stranger and a sojourner among you. Give me a property among you for a burying place, that I may bury my dead out of my sight. അപ്പോൾ മൈഗ്രൻസിന്റെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും വൺ ഓഫ് ദ ഫണ്ടമെന്റൽ തിങ് ഈസ് ദ ഡിഗ്നിറ്റി. ഇത് പിതാവ് പറഞ്ഞതുപോലെ, അതുപോലെ ജോസഫ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ he was a migrant and how he come up in his life after the whole struggle. എല്ലാ മൈഗ്രൻസിനും ഓൾവേസ് എ മൈഗ്രേഷൻ ഇസ് എ പെയിൻഫുൾ സ്റ്റോറി. പോപ്പ് ഫ്രാൻസിസ് പറയുന്നത് പോലെ അവര് ദ ബർഡൻ ഓഫ് മൈഗ്രേഷൻ, ക്യാരിയിങ് ഇൻ ദ സൂട്ട്കേസ് ഓൾ ദ കൺസേൺസ്. അവർ യാത്ര പോകുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ മുഴുവനും വലിയ കൺസേണോടുകൊണ്ട് പോണത്. ദർ ഇസ് എ ബിഗ് ചലഞ്ച്, ബട്ട് ആഫ്റ്റർവേർഡ്സ് ദേ ക്യാൻ കം അപ്പ് പ്രൊവൈഡഡ് ദേ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. ഈവൻ ഡാനിയലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഡാനിയൽ ഓൾസോ വാസ് എ പ്രവാസി.
But there is a possibility. The church response has to be bring the migrants, accompany them. There is a possibility like a Joseph. There is a possibility like Daniel. Then New Testament also when we come, കർത്താവ് തന്റെ വരവ് തന്നെ, he was with God, he was word, he came down. Migration starts there. Throughout his life as a migrant, First Corinthians നമ്മൾ വായിക്കുന്നു, we are sojourners with you, we are transient like our fathers, immigrants once, immigrants always. അപ്പോൾ ചർച്ചിന് പ്രത്യേക കൺസേൺ ഉണ്ട്. മൈഗ്രേഷൻ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ 3 പേരാണ് പാവപ്പെട്ടവരായിട്ട് ബൈബിൾ ചിത്രീകരിക്കുന്നത്, മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കണം. ഒന്ന് ഓർഫൻസ്, സെക്കൻഡ് വൺ ഈസ് വിഡോസ്, തേർഡ് വൺ ഈസ് ഇമിഗ്രൻസ് എമംഗ് യു. നിങ്ങളുടെ കൂടെ ഉള്ള മനുഷ്യരെ നിങ്ങൾ പെസഹ ആഘോഷിക്കുമ്പോൾ അവരെ കൂടി വിളിക്കണം. അഭിവൃദ്ധ പിതാവോട് സൂചിപ്പിച്ചതുപോലെ ദ ഫണ്ടമെന്റൽ തിങ്, ഐ വാസ് എ സ്ട്രേഞ്ചർ, യു വെൽക്കം മീ. ഹീബ്രുക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലെറ്റ് മ്യൂച്വൽ ലവ് കണ്ടിന്യൂ, ഡു നോട്ട് നെഗ്ലക്ട് ടു ഷോ ഹോസ്പിറ്റാലിറ്റി ടു സ്ട്രേഞ്ചേഴ്സ്, for by doing that some have entertained angels without knowing it. So hospitality is fundamental thing. ഈ അടുത്ത കാലത്ത് 2016 വത്തിക്കാന്റെ സ്ക്വയറിൽ 400 വർഷങ്ങൾക്ക് ശേഷം ബെർണീനിയുടെ വത്തിക്കാൻ സ്ക്വയറിൽ വന്ന പുതിയൊരു സ്റ്റാച്ചു ആണിത്. ഇത് 130 സ്റ്റാച്ചു ഉണ്ട്. ഇതിന് ഏഞ്ചൽ അൺഅവെയർ എന്നാ പറയണേ. അതിന്റെ മുകളിൽ ഒരു ഏഞ്ചൽ വിങ് നമുക്ക് കാണാം. ഇത് സൂചിപ്പിക്കേണ്ടത് മൈഗ്രേഷൻ ഹിസ്റ്ററിയാണ്. ഇതിൽ പരിശുദ്ധ കന്യക മാതാവും യൗസേ പിതാവും ഉണ്ണിയേശുവിനോടുകൂടെ ഈജിപ്തിലേക്ക് പോകുന്ന സ്റ്റാച്യു ഉണ്ട്. അതുപോലെ തന്നെ സിറിയൻ മൈഗ്രേഷൻ, പോളണ്ട് പീപ്പിൾ ജ്യൂസ് ആർ മൈഗ്രേറ്റിംഗ്, ഫ്ലീയിങ് പെർസിക്യൂഷൻ ഓഫ് ഹിറ്റ്ലർ. അങ്ങനെ മൈഗ്രേഷൻ സ്റ്റോറി മുഴുവൻ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ബോട്ടിന്റെ ആകൃതിയിലാണ്. ഇന്നും മനുഷ്യര് ബോട്ടിലൂടെ മെഡിറ്ററേനിയൻ കടന്ന് വരാൻ ശ്രമിക്കുന്നു. മിനിമം ആൾക്കാരും മരിച്ചു പോണതായിട്ട് നമുക്കറിയാം. This shows a special concern of the Catholic Church, including Pope Francis, this point of time. Then Catholic Church നൽകുന്ന മൈഗ്രേഷൻ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ 1969 തൊട്ട് മൈഗ്രേഷനെ കുറിച്ച് ആലോചിക്കാൻ, അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ നീഡ് ടു ബി there for the migrants. All those who live outside their homeland and their own ethnic community need special attention because of real necessity. 1969 തൊട്ട് ചർച്ച് ഈസ് ഇൻസ്പയറിംഗ് ഓർ ട്രൈങ് ടു ഹെൽപ്പ് us to understand regarding migration. 1970 travelers by air, airport first circus, fairground people, travelers for reason of piety and study, the student migration. Now that has become more important nowadays. Land and transport workers. The church is concretely explaining, please give special concern for all these people. 1998, it is very specifically mentioned, special structures for the pastoral care of the migrants must be present in the diocese, the parishes, to give pastoral care to the migrants living in the territory. This is a very, very strong kind of invitation by the Catholic Church. Do something, at least appoint a person. 1998 അതനുസരിച്ച് വത്തിക്കാനിൽ തന്നെ പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ പാസ്റ്ററൽ കെയർ ഓഫ് മൈഗ്രൻസ് ആൻഡ് ഐഗ്രന്റ് പീപ്പിൾ, പാസ്റ്റോർ ബോണൂസ് എന്ന ഡോക്യുമെന്റിലൂടെ സെന്റ് ജോൺ പോൾ സെക്കൻഡ് കൊണ്ടുവരുന്നത്. 2011 തൊട്ട് 2016 വരെ നമ്മുടെ ആർച്ച് ബിഷപ്പ് അതിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്നു, നമുക്കറിയാം. 2017 ഇത് കൗൺസിൽ became the part of dicastery for promoting integral human development. Maybe these are the people, these people are regularly coming and contacting or in touch with our system in the Catholic Church in India. Monsignor Fabio Baggio കഴിഞ്ഞ മാർച്ചിൽ ഇവിടെ ഉണ്ടായിരുന്നു. അടുത്ത മാർച്ചിൽ സിസ്റ്റർ അലക്സാണ്ടർ മിറേലി is the Secretary General. The possibility that Cardinal Michael Czerny is the President Prefect and he is coming in November in Bangalore. They are always in contact with the Catholic Church in India. There is a big possibility that we can connect with the different systems in the Catholic Church to manage even the students' migration as well. International Catholic Migration Commission is another entity established in 1951. It was the context of the Second World War.
initiated by Pope Paul's 12. Then the Secretary of State was Monsignor Giovanni Battista Montini. Then he later became Pope Paul the Sixth, and layman James J. Norris. This is it has a consultative status with the Economic and Social Council of United Nations. This is another entity of Catholic Church for accompanying the migrants and refugees, and along with discussion, it can place its a kind of advocacy in UN level as well. Then missionaries of St. Charles Borromeo, Scalabrini missionaries, they are doing wonderful research. They have a Scalabrini International Migration Institute. Even they used to come for meetings in CDS meeting in one paper present here. The same Scalabrini is called the father of migrants, refugees, and seafarers. Last October, Canada is here. We can connect these congregation to accompany the migrants. Any experience parish. There are 100 Indian students. They have community kitchen. There is facility. Language parish priest know parish priest. Parish priest is connecting the students with the local community, and they have food. If they cannot cook the food that evening, the parish priest has arranged community kitchen for the migrant students. Therefore, these Scalabrini missionaries, they very often come to our diocese also, having discussion with Archbishop. We can connect them, see that how many countries they are working. They have possibilities for accompanying the migrants. Switzerland, they are working with very well with young migrants. Therefore, we can connect them through these Scalabrini missionaries. Then Archbishop Sujip, the dignity of the migrants is more important. Let us look at migrants are brothers and sisters, and they are looking for better pastures. Therefore, we are a global church. We need to accompany the church, considering that we have system everywhere. How the church can connect. Pope Francis in the 4 principle, how to do it. He is telling welcome, protect, promote, integrate. Welcome is an attitude. Welcome, especially in the context of Manipur, many students have taken admission in a different part of our country. Manipur students. Welcome is an attitude. It is a kind of system that we create in the Archdiocese. It's the personnel we train them to welcome. Protect their rights. They have rights. As human beings, they have rights. Rights in the Catholic Church also. ഒരാൾ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ചർച്ചിന്റെ ഭാഗമാകാനുള്ള ബേസിക് റൈറ്റ് ഇൻ ദ കാത്തലിക് ചർച്ച്. ഓൾസോ സിവിൽ റൈറ്റ്സ് ദാറ്റ് ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ്. ദെൻ പ്രൊമോട്ട് സേഫ് മൈഗ്രേഷൻ. നമ്മുടെ സ്റ്റുഡൻസ് പോകുമ്പോഴത്തേക്ക് മിനിമം ഗീവ് ദം ലിറ്റിൽ ഇൻഫർമേഷൻ അബൌട്ട് അറ്റ്ലീസ്റ്റ് കോണ്ടാക്ട്, അല്ലെങ്കിൽ നമ്മുടെ എംബസിയുടെ ഒരു നമ്പറെങ്കിലും കൊടുത്തു വിട്ടാൽ, ചെറിയൊരു ഫോർമേഷൻ കൊടുത്തു വിട്ടാൽ പ്രൊമോട്ട് സേഫ് മൈഗ്രേഷൻ. അല്ലെങ്കിൽ ഇവരെല്ലാം അപകടത്തിൽ ചെന്നപ്പെടാനുള്ള സകല സാധ്യതയുണ്ട്. Peer group animating them, but better have them some understanding, some contact we can create so that we promote safe migration. Ultimate thing is integrate them, integrate to the culture, integrate the society. Otherwise, these people become always isolated and become a lone people in a different community. These are the four words, 4 verbs Pope Francis is giving us as the process of migration. Then these are the 6 principles he is talking. Migration is not a number. We need to know them to understand. Emmaus experience. When we walk together only, when you talk to a migrant student, you will understand the pain, how much money they are taking. Second thing is be close to them. At least there are families behind. Family become a good Samaritan to serve them. Listen to in order to be reconciled with their situation. There are people always discourage migration. But they have to go. Sometimes it is happening. For the better pasture, there is no possibility in the local place. They have to migrate. Then when you listen to them, you will reconcile with their problems situation. Share in order to grow. Then to be involved
to promote. When we start doing something, this is a first step of our involvement in the issue of students migration. That will promote many things. That will help us to develop little more confidence among the people, among the students who are migrating. Cooperate in order to build. These are the 5-6 principles Pope Francis is telling. The one of the main thing I'm just concluding with two slides more. Every year, എല്ലാ വർഷവും 2023 എല്ലാ വർഷവും the last Sunday in September is the World Day of Migrants. അവർ മൈഗ്രൻസിനെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മൈഗ്രൻസും those who are going outside are equally the children of God. അപ്പൊ അവരെ that is a day for sensitizing, that is the day for praying for them, and the church is giving message every year. This year is free to choose whether to migrate or to stay. Avare manasilakan, this is the celebration that we had in Delhi with the Burmese people. There are many students among the Burmese. They have come to India for a better past, thinking that some point of their life they will be going to US or many other European countries. With that hope, they have crossed because of political situation in Myanmar and Burma. Then what we are doing, maybe CCBI and CBCI, one is it is easy to network, connect with the diocese. നമ്മുടെ രൂപതയും മറ്റൊരു രൂപതയും വിദേശത്തുള്ള അല്ലെങ്കിൽ കോൺഗ്രിഗേഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, പ്രൊവൈഡഡ് വി ഷുഡ് നോ ഹൂ ആർ മൈഗ്രേറ്റിംഗ് ടു വെയർ. ഡേറ്റ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. സാബുച്ചൻ അതിനെ കുറിച്ച് ഡേറ്റയെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കും. പ്രൊമോട്ട് ത്രൂ സേഫ് ഫോർ taking data, understanding where they are going, how many are going, who are they, at least their phone number. We can connect. We have system everywhere in the country as well as outside also. It's a universal church. Let us invoke that presence as a universal church and promote safe and secure migration. Whoever. Let us start with our own people, but gradually expand the 10 to others also. This is Catholic Church is not doing only for the Catholic, as we know. We are doing for many others also. Therefore, then CBCI has done something for migration data manager website is created that very well we can use. Then there is another app by CCBI, the Catholic Connect app. That also is one of the important thing. എവിടെയാണ് ഒരു കുർബാനയ്ക്ക് സാധ്യതയുള്ള ഒരു മൈഗ്രന്റ് യാത്ര ചെയ്യുമ്പോൾ കുമ്പസാരിക്കണം, എവിടെയെല്ലാം സ്പിരിച്വൽ സർവീസ് അവൈലബിൾ, അറ്റ്ലീസ്റ്റ് എ ഷോർട്ട് സ്റ്റേ ഈസ് അവൈലബിൾ ഇൻ ചീപ്പ് റേറ്റ് that we can provide. This Catholic Connect app is to provide the Catholic church services for the migrants and the people on move, addressing the issues of human trafficking and forced labor. നമുക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. പല ആൾക്കാരും ഗൾഫിൽ പോയി തിരിച്ചു വരാതെ ഇവിടെ നമ്മൾ സുഷമ സ്വരാജിനെ മറ്റുള്ളവരെ കോൺടാക്ട് ചെയ്ത് there are Malayali associations in Gulf countries. There are dead bodies are coming. ആള് മരിച്ചിട്ട് ഡെഡ് ബോഡി കൊണ്ടുവരാനുള്ള we need to create a system or connect them with the different organizations working in the Gulf countries, even Europe. There are Malayali associations are there. We can take their help. And human trafficking is one of the evil happening along with migration and refugee situation, forced labor, ensure the pastoral care through diocese and congregations. So, thank you very much. താങ്ക് യു ജയച്ചനച്ച. ഇന്ത്യയിൽ നമ്മൾ കാത്തലിക് ചർച്ച് ഗ്ലോബലി അതുപോലെ തന്നെ ഇന്ത്യയിലും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. എല്ലാവരുടെയും പേരിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. നാളെ ഇനി 2 പ്രസൻറ്റേഷൻ ഉള്ളതൊന്ന് സാബുവച്ചൻ നമ്മുടെ വരാപ്പുഴ അതിരൂപതയിൽ നമ്മുടെ ഡാറ്റ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ മൈഗ്രേഷൻ നമ്മളുടെ യങ് പീപ്പിളുടെ ഇടയിൽ സംഭവിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സാബുവച്ചൻ സെൻറ്റ് പോൾസ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഡയറക്ടർ അച്ഛനാണ്. ഇപ്പോൾ മുൻപ് ലൂർദ് ഹോസ്പിറ്റലിൻ്റെയും ലൂർദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ചിൻ്റെയും ഡയറക്ടറായിരുന്നു. അദ്ദേഹം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മുംബൈയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പാസ്സായിട്ടുണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ ഇപ്പോൾ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിൽ വിസിറ്റിംഗ് പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഇടവകയിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലുള്ള വാസ്റ്റ് എക്സ്പീരിയൻസിൽ അദ്ദേഹം ഡാറ്റ കൈകാര്യം ചെയ്യാനുള്ള സാമർഥ്യത്തിൽ അദ്ദേഹം നമ്മളുടെ സാമ്പിൾ ഡാറ്റ വെച്ച് സംസാരിക്കുന്നതായിരിക്കും. സാബുച്ച എല്ലാവരുടെയും പേരിൽ ക്ഷണിക്കുന്നു.
വരട്ടെ, റെഡ്യൂസ് ചെയ്തു പേജ് അപ്പിട്ടാൽ വരാൻ പാടില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ യുവാക്കൾ പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരശേഖരണം 2 ആഴ്ചത്തെ സമയത്തിനുള്ളിലാണ് ഇത് ചെയ്തത്. നമ്മൾ ഗൂഗിൾ ഫോം വഴിയാണ് പലർക്കും അയച്ചു കൊടുത്തിട്ട് വിവരശേഖരണം നടത്താൻ ശ്രമിച്ചത്. ഇതിലാകെ റെസ്പോണ്ട് ചെയ്തത് 57 പേരാണ്. അതുകൊണ്ട് ആ ഒരു ലിമിറ്റേഷൻ ആദ്യമേ പറയട്ടെ. പക്ഷേ എന്നാലും നേരത്തെ മിസ്റ്റർ റെജിമോൻ അവതരിപ്പിച്ച കേരളത്തിൻ്റെ ചിത്രത്തിനോട് ഒരു ഛേദമായിട്ട് ഈ ഒരു സാമ്പിൾ സ്റ്റഡി നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. നമ്മുടെ വരാപ്പുഴ അതിരൂപതയുടെ പശ്ചാത്തലത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ആദ്യം 1,163 പേര് ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പോകുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതിൽ സംസ്ഥാനങ്ങളിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ പോകുന്നത് പഞ്ചാബിൽ നിന്നാണ്, 1,859 പേര്. അത് കഴിഞ്ഞാൽ ഡൽഹിയാണ് 825. 3-ാം സ്ഥാനത്ത് ഗോവ 344. 4-ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത് 341. അപ്പോൾ ഇന്ത്യയുടെ മൊത്തം ഒരു ആവറേജ് നോക്കിയാൽ ഇത് വലിയൊരു പെർസെൻറ്റേജ് ആണ് കേരളത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. നമ്മുടെ എറണാകുളം ജനസംഖ്യ ഒന്ന് പരിശോധിച്ചാൽ, ഇത് വരാപ്പുഴ അതിരൂപതയിൽ 2022 പ്രിന്റ് ചെയ്ത ഡയറക്ടറിയിൽ നിന്നെടുത്ത കണക്ക് പ്രകാരം 38,69,390 പേരുണ്ട് എന്നാണ് നിഗമനം. അതിൽ 3,64,000 ലാറ്റിൻ കാത്തലിക്സ് എന്നുള്ള ഒരു ഇത് വെച്ചാൽ, അതായത് 9.4% എറണാകുളം അല്ലെങ്കിൽ വരാപ്പുഴ അതിരൂപതയുടെ പരിധിയിൽ വരുന്ന ജനസംഖ്യയിലെ ഒരു ഷെയർ. അടുത്തത് നമ്മുടെ എറണാകുളത്തെ ഒരു കഴിഞ്ഞ ജനസംഖ്യ കണക്കെടുപ്പിൻ്റെ ഒരു ആവറേജ് നോക്കിയാൽ ഇപ്രകാരമാണ്. 1901 മുതൽ 2018 വരെ ഏതാണ്ട് ജനസംഖ്യയുടെ വർധനവ് 0.3 തുടങ്ങി ഏതാണ്ട് 0.62 2018 നിൽക്കുന്നത്. ഈ അടുത്ത സെൻസസും കൂടി കഴിഞ്ഞാൽ, എന്നാലും ട്രെൻഡ് അനുസരിച്ച് നോക്കിയാൽ ഒരു 0.5, 0.6 എന്നുള്ള വർധനവിൽ നമുക്ക് കണക്കാക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. നമ്മുടെ ഈ എറണാകുളത്തെ ഒരു മതത്തിൻ്റെ അനുപാതം എങ്ങനെയാണ് എന്ന് നോക്കിയാൽ ഏതാണ്ട് 46% ഹൈന്ദവ സഹോദരങ്ങളും 38% ക്രിസ്ത്യൻ സഹോദരങ്ങളും 15% മുസ്ലിം സഹോദരങ്ങളുമുള്ള മറ്റ് 0.3% മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരുമുള്ള ഒരു ജനസംഖ്യയുടെ പശ്ചാത്തലത്തിലാണ് നാം ഈ ഡാറ്റകളെല്ലാം വിശകലനം ചെയ്യേണ്ടത് എന്നുള്ള പശ്ചാത്തലമായിട്ടുള്ള ഒരു സംഖ്യ അവതരിപ്പിക്കുകയാണ്. ഇത് പാസ് ചെയ്തോളൂ. പാസ്പോർട്ട് ഓഫീസിൽ നിന്നുള്ള കണക്ക് പ്രകാരം കേരളത്തിൽ നിന്നും പോകുന്നവരുടെ കണക്ക് 2016 18,000, 2017 22,093, 18 26,456, 19 കോവിഡ് ആയതുകൊണ്ടായിരിക്കും. ഇവിടെ 2020 കോവിഡിന് ശേഷം 1,52,000, പിന്നെ 2021 30,240. ഇതാണ് ഒരു ട്രെൻഡ്. പക്ഷേ 22-ഉം 23-ഉം കണക്ക് ലഭ്യമല്ല. പക്ഷേ അനൗദ്യോഗികമായ കണക്കുകളുണ്ട്, അതിൽ ആശ്രയിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചില്ല. വരാപ്പുഴ അതിരൂപതയിൽ നടത്തിയ ഈ സർവേ പറഞ്ഞല്ലോ 2 ആഴ്ചത്തെ സമയം കൊണ്ടാണ് ഏതാണ്ട് 57 പേരാണ് ഇതിൽ റെസ്പോണ്ട് ചെയ്തത്. 25 ഇടവകയിൽ നിന്നാണ് റെസ്പോണ്ട് ഉണ്ടായിരുന്നത്. പൊറ്റക്കുഴിയിൽ നിന്നാണ് 9 പേര്, പാരിഷ് മെൻഷൻ ചെയ്യാത്ത ഒരു 4, ചേരാനല്ലൂർ സെയിൻറ്റ് ജെയിംസ്, തൈക്കൂടം 4, കർത്തേടം 4, കർത്തേടം 3, മൂലംപിള്ളി 3, കത്തീഡ്രൽ, മൂത്തേടം, മൗണ്ട് കാർമൽ, വല്ലാർപാടം, കളമശ്ശേരി, ബോൾഗാട്ടി, കടവന്ത്ര, ചവര,
കുരിശിങ്കൽ, എളംകുളം, ഇൻഫന്റ് ജീസസ്, ഉദയം പേരൂർ, വടുതല, മുപ്പത്തടം, മതിലകം എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. പനങ്ങാട്, പാലാരിവട്ടം, നീറിക്കോട്, വരാപ്പുഴ, ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള റെസ്പോണ്ടൻസ് ആണ് ഉണ്ടായിരുന്നത്. ഈ തന്നിട്ടുള്ളവരിൽ ഒരു ജെൻഡർ ഡിസ്ട്രിബ്യൂഷൻ, പുറത്തേക്ക് പോയിട്ടുള്ള ഒരു ലിംഗഭേദം നോക്കിയാൽ 64% പേര് സ്ത്രീകളാണ്, വനിതകളാണ്. 35% പുരുഷന്മാരും എന്നുള്ള ഒരു അനുപാതമാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത വ്യക്തികളുടെ ഇത് നോക്കിയാൽ. ഏജ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 18-നും 25 വയസ്സിനും ഇടയിൽ 35%. ഇത് സാമ്പിൾ സ്റ്റഡി ആണെങ്കിലും നമുക്ക് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. 26 വയസ്സിനും 29 വയസ്സിനും ഇടയിൽ ഏതാണ്ട് 21%. ഇപ്പോൾ രണ്ടും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 84% ഈ യങ് പോപ്പുലേഷൻ 29-നും 18-നും ഇടയിൽ പ്രായമുള്ളവരാണ്. 30-നും 34-നും ഇടയിൽ 8-9%. 35-ന് ഇടയിൽ ഒരാൾ, നമുക്കതിനെ 1% എന്ന് പറയാം, 2% എന്ന് പറയാം. 40-നും 44-നും ഇടയിൽ ഒരു 5%. അപ്പോൾ അത് റെസ്പോണ്ട് ചെയ്തിട്ട് കിട്ടിയത് വെച്ചുകൊണ്ട് അനലൈസ് ചെയ്തതാണ്. അതുകൊണ്ട് അതിലുള്ള ഒരു ഡാറ്റ എറർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് വാസ്തവത്തിൽ ഈ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളവരുടെ വിദ്യാഭ്യാസ യോഗ്യത അത് ഫാം ഡി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അതിനെയാണ് ഞാൻ 1% കാണിച്ചിട്ടുള്ളത്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഏതാണ്ട് 18 പേര് 31%. ബി ടെക് കഴിഞ്ഞിട്ടുള്ള 6 പേര് ഒരു 10%. ഗ്രാജുവേറ്റ് BSc, BA, മറ്റ് ഡിഗ്രികൾ പൂർത്തിയാക്കിയിട്ടുള്ള 10 പേര്. അപ്പോൾ ഒരു ഡിഗ്രി തലത്തിലുള്ളത് ഒരു 30% എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. പോസ്റ്റ് ഗ്രാജുവേഷൻ 30, അണ്ടർ ഗ്രാജുവേഷൻ 30. അങ്ങനെ ഒരു 1/3 തിരിച്ചാൽ നമ്മുടെ കണക്ക് ഏതാണ്ട് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഈ പോയിട്ടുള്ളവരെ തിരഞ്ഞെടുത്തിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താൻ ശ്രമിച്ചാൽ ഇത് ശതമാനത്തിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. UK, കാനഡ, ജർമ്മനി 9%. ഏറ്റവും കൂടുതൽ പേര് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ 30%. UK 30%, കാനഡ. അത് സാധാരണ കേരളത്തിൻ്റെ ഒരു ട്രെൻഡായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. ജർമ്മനി, ഇന്ത്യ എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഇതാണ്. പിന്നീട് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ചൈന, ജോർജിയ, മോൾഡോവ, സ്ലോവാക്യ, സ്പെയിൻ, UAE, USA, ഉസ്ബെക്കിസ്ഥാൻ. ഓക്കെ, ഈ UAE നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ ഏതാണ്ട് 47% പേരും പോയിട്ടുള്ളത് UAE-യിലേക്കാണ്. എന്നാൽ ക്രിസ്ത്യൻ പോപ്പുലേഷനിലുള്ളൊരു സ്റ്റഡി നടത്തുമ്പോഴത്തേക്കും ഇത് വളരെ താഴ്ന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഇതും ശരിയാണ്. അതായത് ഇതിൻ്റെ പൊസിഷൻ ഇങ്ങോട്ടും മാറിയെന്നിരിക്കും. പക്ഷെ എന്നാലും ഈ രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രൂപതയിലും അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ജനറലായിട്ടുള്ളൊരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്. പൊതുവിൽ കൺട്രീസ് വിത്ത് ഹയസ്റ്റ് നമ്പർ ഓഫ് ഇന്ത്യൻ സ്റ്റുഡൻസ്, നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉള്ള രാജ്യങ്ങൾ ഏതാണ് എന്ന് ആദ്യത്തെ 5 പൊസിഷനിൽ നിൽക്കുന്നത് USA, കാനഡ, UAE, ഓസ്ട്രേലിയ, UK. അതാണ്ട് നമ്മുടെ വരാപ്പുഴ അതിരൂപതയുടെയും സ്ഥിതി ഈ ജനറൽ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സിനോട് ചേർന്ന് പോകുന്നതാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. നെക്സ്റ്റ്, ഇവരൊക്കെ പുറത്തേക്ക് പോയ വർഷം ഏതാണെന്ന് നോക്കിയാൽ 2023 ശതമാനത്തിലാണ് 35% പേര് പോയെന്ന് കരുതാം. ഈ ലഭിച്ച ഡാറ്റയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2022 30%. അപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിലാണ് 65% പേരും പോയിട്ടുള്ളത്. 2021 20% പേര് ഓരോരുത്തർ വീതം. അപ്പോൾ 2020, 2019, 18, 13, 8 എന്നിങ്ങനെ നമുക്ക്. നെക്സ്റ്റ് സ്ലൈഡ്. ആരാണ് ഈ മൈഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കാൻ ഇവരെ സഹായിച്ചത് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ 47.4% സ്വന്തം തീരുമാനമായിരുന്നു
എന്നുള്ളതാണ്. അത് വീട്ടിലും കൂട്ടുകാരോടൊക്കെ ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനം 52.6% എന്നുള്ളതും ഒരു പരമാർത്ഥമായിട്ട് തോന്നുകയാണ്. ഇപ്പോൾ അവർ അവിടെ മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം എന്ത് സ്റ്റേറ്റസിലാണ്, എന്ത് സ്ഥിതിയിലാണ് നിൽക്കുന്നത്? 66% പേരും വിദ്യാർത്ഥികളാണ്. 66%. അതിൽ ജോലി ചെയ്യുന്നവരായിട്ടുള്ളവർ 28% പേര്. അതിൽ പെർമനൻറ്റ് റെസിഡൻസി അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഉള്ളവർ 1%, 2%. പാർട്ട് ടൈം എംപ്ലോയി ആയിട്ടുള്ള ഒരു 2% പേര്. അടുത്തത്, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ 71% പേരും പറഞ്ഞത് ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. നേരത്തെ മിസ്റ്റർ റെജിമോൻ പറഞ്ഞതിനോട് വൗച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസാണ്. അതുപോലെ 65% പേരും പറഞ്ഞത് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള നല്ല സാധ്യതകളെ തേടിയാണ് പോയിട്ടുള്ളത്, എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്. തീർച്ചയായിട്ടും ഇതെല്ലാം കൂടിച്ചേരുന്നത് 53% പേര് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്, നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന്. ചിലർക്ക് അതൊരു അഭിനിവേശമാണ്, പുറത്തേക്ക് പോകുക എന്നുള്ളൊരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിൻ്റെ പേരിൽ പോയിട്ടുള്ളവരുണ്ട്. അതുപോലെ ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ്, ഡിസയർ ഫോർ ഇൻഡിപെൻഡൻസ്. അതിനെ ഒത്തിരി കൂടി വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ചൊൽപ്പടിയിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം. ഫാമിലി ആൻഡ് പിയർ ഇൻഫ്ലുവൻസ് 11% പേര്. അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ കേരള, ഇത് നേരത്തെ മിസ്റ്റർ റെജിമോൻ പറഞ്ഞത് അല്പം കൂടി എലാബറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് 2021 ഒരു റിസർച്ച് സ്റ്റഡിയാണ്. അതും നമ്മുടെ വരാപ്പുഴ അതിരൂപതയിൽ നിന്നും കണ്ടെത്തിയതായിട്ട് മാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിട്ടത്. അതിൽ പറഞ്ഞത്, അതുകൊണ്ട് 1000-ലധികം പേരെ സർവേ ചെയ്തതിൽ നിന്നാണ് നോ സ്യൂട്ടബിൾ ജോബ് ഇൻ കേരള. അതുകൊണ്ടാണ് 33% പേര് പോകുന്നത്. ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉണ്ട് 29 പേര്. കേരളത്തിലുള്ള വളരെ പരിതാപകരമായിട്ടുള്ള വേതനങ്ങൾ സ്ഥിതി 12%. ആവറേജ് സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻസ്, ബെറ്റർ സോഷ്യൽ സ്റ്റേറ്റസ് പുറത്ത് കിട്ടുന്നത് കൊണ്ട് 5%. അതുപോലെ തന്നെ അവിടെ പോയാൽ സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് വളരെ മെച്ചപ്പെട്ടതാണ്. ജെൻഡർ ബയസ്, അതും വളരെ നല്ല ആശ്ചര്യജനകമായിട്ടുള്ള ഒരിതാണ്. ലിംഗഭേദം, മെയിൽ ഡോമിനേഷൻ, അതുപോലെ തന്നെ മോറൽ പോലീസിങ്, ലെസ് പാരൻ്റൽ ഇൻ്റർഫിയറൻസ്. ഇത് നമ്മുടെ കേരള സമൂഹത്തിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റ്, നമ്മുടെ നീതി ആയോഗിൻ്റെ പേരിൽ സുസ്ഥിര വികസനത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള 17 കാര്യങ്ങളുണ്ട്. ഇതിൽ ഒരു ഒബ്സർവേഷൻ, സുസ്ഥിര വികസനത്തിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ നമ്പർ 9 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് കേരളത്തിൻ്റെ പൊസിഷനാണ് ഈ മഞ്ഞ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം കേരളം ഓരോ 17 പോയിന്റിലും എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് കാണിക്കുമ്പോൾ ഈ ഒരു 9ാമത്തെ ഇൻഡസ്ട്രി, ഇന്നൊവേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ഈ മേഖലയിൽ കേരളം താഴെത്തട്ടിലാണ്. അടുത്തത് ഡീസൻറ്റ് വർക്ക് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്, SDG 8. അതെടുത്തിട്ടുണ്ടെങ്കിൽ മറ്റ് ഇന്ത്യയുടെ ആവറേജ് ഇൻഡിക്കേറ്ററിനേക്കാൾ താഴെയാണ് കേരളം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ജെൻഡർ ഈക്വാലിറ്റി, SDG 5, അവിടെയും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു ആവറേജിനേക്കാൾ വളരെ താഴെയാണ് കേരള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ നേരത്തെ മിസ്റ്റർ റെജിമോൻ പറഞ്ഞതാണ്, ഇത് ഇക്കണോമിക് റിവ്യൂവിൽ വന്ന ഒരു കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 15 വയസ്സിന് മേലെയുള്ള ആളുകളുടെ
തൊഴിൽ രഹിതരായിട്ടുള്ളവർ 2019-20 കാലഘട്ടത്തിൽ മറ്റ് ഭാരതത്തിലെ ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ സ്ഥിതി 10%. ഇവിടെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് നാഗാലാൻഡും പിന്നെ ലക്ഷദ്വീപും അങ്ങനെയുള്ള, അത് കഴിഞ്ഞാൽ ഏതാണ്ട് 10% പോയിന്റിൽ കയറി നിൽക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ തൊഴിലില്ലായ്മയുടെ ഒരു പ്രശ്നത്തെ നാം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. നെക്സ്റ്റ്, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ തന്നെ ഒരു സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഇതൊന്ന് കാണാൻ ശ്രമിച്ചാൽ അതും ഇത് ഗ്രാമങ്ങളിലും ഇത് സിറ്റിയിലും urban റൂറൽ ഡിഫറൻസ് ഏതാണ്ട് അതും ഫീമെയിൽ മെയിൽ ഡിഫറൻസ് ഏതാണ്ട് കേരളത്തിൻ്റെ കളർ ഈ നീലയിലാണ് നിൽക്കുന്നത്. ഇന്ത്യയുടെ ആവറേജ് ആണ് ഈ റെഡ് കളറ്. നിങ്ങൾക്ക് നോക്കാം, റൂറൽ ഏരിയയിൽ 26 മെയിൽ, 58 ഫീമെയിൽ. അതിൽ ആവറേജ് എടുത്തിട്ടുണ്ടെങ്കിൽ 36. അർബൻ പോപ്പുലേഷൻ ഫീമെയിൽ 48, മെയിൽ 26. രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോഴേക്കും ഏതാണ്ട് 35%. അത് വളരെ ഒരു അലാമിംഗ് ആയിട്ടുള്ളൊരു ഫിഗറായിട്ടാണ് തോന്നുന്നത്. നെക്സ്റ്റ്, ഇവർ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി മൈഗ്രേഷൻ്റെ പ്രോസസ്സ് എല്ലാം ചെയ്തത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഏജൻസികൾ വഴിയായിട്ട് 86% പേര്, സ്വന്തമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്തിട്ടുള്ളത് 14% പേരെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ നമ്മുടെ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു സാധ്യതയിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോകേണ്ടതാണ് ഈ ഒരു സ്ലൈഡ്. അവരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരാനായിട്ട് നിങ്ങളുടെ മറ്റുള്ളവരെ നിങ്ങൾ ശുപാർശ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ 87% പേരും യെസ് ആണ് പറഞ്ഞത്. അതിൽ കുറച്ച് 7% പേര് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു 5% അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്, വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. ഇതിൽ ഞാൻ രണ്ടു പേരുടെ അഭിപ്രായം, അത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും അവർ തന്ന 2 അഭിപ്രായം കൂടി ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു വല്ലാർപാടത്ത് നിന്നും MCOM കഴിഞ്ഞ് കാനഡയിലേക്ക് 2022 പോയ ആൽഡ്രിൻ റസ്വാരിയ, കേരളത്തിലേക്ക് ഇറ്റ്സ് എ നേച്ചർ ഓഫ് കേരള ഇസ് ടു മൂവ് അബ്രോഡ് and works since Gulf boom, I believe. But if you have a better living condition back home, it's better to stay here. Also, if you come here, make sure to manage expenses under income. Also, if you find something abroad better, you have sacrificed something equal back home too. It depends upon people. അപ്പോൾ ഒരു റെസ്പോൺസ് എന്താണ് അവർ ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ച് അടുത്തൊരു സമുദായത്തോട് കൊടുക്കുന്നത് പറയുന്നതിൻ്റെ ഒരു നേർചിത്രം നേരിട്ട് തന്നെ. മറ്റൊരു റെസ്പോൺസ് കൂടിയുണ്ട്. അവർ അങ്ങോട്ട് ആദ്യത്തേത് നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ രണ്ടാമത്തേത് ഒരു പോസിറ്റീവ് റെസ്പോൺസ്. യെസ്, ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. ഇഫ് യു വാണ്ട് ബെറ്റർ കരിയർ പ്രോസ്പെക്ടസ് ആൻഡ് ബെറ്റർ പേ ഇൻ ജനറൽ, ബട്ട് വോണ്ട് റിയലി സേ ഇറ്റ്സ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് ലിവിങ് കണ്ടീഷൻസ്. പേഴ്സണലി ദ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആർ ഫാർ വേഴ്സ് ഹിയർ. ഇതൊരു UK മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ ഒരു സ്ലൈഡാണ്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാ ഡാറ്റകളും പ്രസൻറ്റ് ചെയ്തു. നമുക്കൊരിക്കൽ കൂടി അദ്ദേഹത്തിനൊരു അഭിനന്ദനങ്ങൾ നേരാം. നിങ്ങളിപ്പോൾ പോകുന്നത് നമ്മുടെ ആക്ഷൻ പ്ലാനിലേക്കാണ്. പ്രൊഫസർ ജസ്റ്റിൻ ജോർജ് ഈസ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് റിസർച്ചർ ഇൻ എക്കണോമിക്സ്, Associate Professor of Department of Economics and Paul's College, Kalamassery, and നമ്മളുടെ കലൂർ സെൻറ്റ് ഫ്രാൻസിസിയുടെ അംഗം കൂടിയാണ്. അദ്ദേഹത്തെ ആക്ഷൻ പ്ലാൻ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു.
ഓക്കെ. ബഹുമാനപ്പെട്ട വൈദികരെ, സമുദായാംഗങ്ങളെ, സുഹൃത്തുക്കളെ, അധ്യാപകരെ, ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആരംഭിക്കട്ടെ. ഞാൻ കളമശ്ശേരി സെൻറ്റ് പോൾസ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. റെജിമോൻ സാറ് പറഞ്ഞ പോലെ ഞാൻ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ മൈഗ്രേഷൻ യൂണിറ്റുള്ള JNUവിൻ്റെ അഫിലിയേഷനുള്ള സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ അപ്ലൈഡ് എക്കണോമിക്സ് പഠിച്ച വിദ്യാർത്ഥി കൂടിയാണ്. മാത്രമല്ല, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ ഇതേ വിഷയത്തിൽ തന്നെ 2 പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എഴുതാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, സേജിൽ കഴിഞ്ഞ മാസം വന്ന ആർട്ടിക്കിളും ഏകദേശം സ്റ്റുഡൻറ് മൈഗ്രേഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനൊരു വേദിയിൽ വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. തുടക്കം തന്നെ 1-2 ചർച്ചയ്ക്ക് സഹായകരമാകുന്ന ചില പോയിന്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുശേഷം ഒരുപക്ഷെ ആക്ഷൻ പ്ലാൻ വിശദീകരിച്ച് തന്നെ തയ്യാറാക്കാമെന്നാണ് കരുതുന്നത്. മൈഗ്രേഷനെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മൈഗ്രേഷൻ കേരളത്തിൻ്റെ രക്തത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കാലഘട്ടങ്ങളിലായിട്ടാണ് മൈഗ്രേഷൻ സംഭവിച്ചത്. 1960-70കളിൽ ഗൾഫിലേക്കും പിന്നീട് സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഭാഗമായിട്ട് 1991 സംഭവിച്ചത്. അത് ഡെവലപ്ഡ് വേൾഡിലേക്കുമാണ് സംഭവിച്ചത്. പിന്നീട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 3ാമത്തെ മൈഗ്രേഷനാണ്. ഇവിടെ സംഭവിച്ചത് വിദ്യാർത്ഥികളുടെ മൈഗ്രേഷനാണ്. ഈ വിദ്യാർത്ഥികളുടെ മൈഗ്രേഷനെ കുറിച്ച് പറയുമ്പോൾ റെജിമോൻ സാറ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യാതെ ഇതായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. അത് യൂത്ത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഇവിടെ സാബോച്ചൻ പറഞ്ഞതുപോലെ അത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പുതിയ കണക്കുകൾ പറയുന്നത് യൂത്ത് അൺഎംപ്ലോയ്മെൻ്റ്, അത് യൂത്ത് എന്ന് പറയുന്നത് 15 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരുടെ ഇടയിലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് നേരിടുന്നത് കേരളത്തിലാണ്. പെൺകുട്ടികളുടെ ഇടയിൽ അത് 50%, ആൺകുട്ടികളുടെ ഇടയിൽ അത് 30%. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏകദേശം നമ്മുടെ യുവാക്കളിൽ പകുതിയോളം ആൾക്കാർ അൺഎംപ്ലോയിഡ് ആണ്. അങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ ഇവരുടെ മൈഗ്രേഷനെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പബ്ലിക് സെക്ടർ ജോലികളെല്ലാം തന്നെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് നമുക്കുണ്ടാവുന്ന ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ ജോലികളാണ്. ഈ പ്രൈവറ്റ് സെക്ടർ ജോലിയിൽ അവർക്ക് അവരുടെ ജീവിതത്തിന് ആസ്പിരേഷൻ്റെ ഭാഗമായിട്ടുള്ള വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഈ കാണുന്ന ജോലികളെല്ലാം തന്നെ പ്രൈവറ്റ് സെക്ടറിൽ ലഭിക്കപ്പെടുന്നുണ്ടെങ്കിലും ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു 20,000-ഉം 30,000-ഉം മുകളിലുള്ള വരുമാനം കിട്ടുന്ന തൊഴിലുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള തൊഴിലുകൾ നമ്മുടെ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ലഭിക്കപ്പെടാത്തിടത്തോളം കാലം നമ്മൾ ഇവരുടെ മൈഗ്രേഷനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? എന്തുകൊണ്ട് അവർക്ക് തൊഴിൽ ലഭിക്കുന്നില്ല? റെജിമോൻ സാറ് പറഞ്ഞ പോലെ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത കോഴ്സുകളെന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് പറയാൻ ആഗ്രഹം സ്കില്ലുകൾ ഇല്ലാത്തതുകൊണ്ടാകാം. വേണ്ടത്ര സ്കില്ലുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, അതായത് തൊഴിൽ മേഖലയിൽ ആവശ്യമുള്ള സ്കില്ലുകളും നമ്മുടെ വിദ്യാർത്ഥികളുടെ സ്കില്ലുകളും തമ്മിൽ വലിയ അന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമുക്ക് ഈ അന്തരം കുറക്കാൻ സാധിക്കും? ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കോളേജുകളെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അങ്ങനെ തയ്യാറാക്കിയ കോഴ്സുകളിൽ പോലും തൊഴിലുകൾ ലഭിക്കാത്ത അവസ്ഥയുണ്ട്. BO കോഴ്സുകൾ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ നമ്മുടെ എല്ലാ കോളേജുകളിലും സ്റ്റേറ്റും സെൻറ്ററും എല്ലാം ചേർന്ന് നടത്തിയിട്ട് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പരിസ്ഥിതിയിൽ നമ്മുടെ അതിരൂപത, നമ്മുടെ സമുദായം എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എനിക്കൊന്ന് റെജിമോൻ സാറ് തുടക്കത്തിൽ തന്നെ അതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ടാണ് അതിലേക്ക് പോയത്. അപ്പോൾ അതിരൂപത ചെയ്യാൻ സാധിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു മൈഗ്രേഷൻ ഒബ്സർവേറ്ററി യൂണിറ്റ് തയ്യാറാക്കുന്നത് വളരെ നല്ലതായിരിക്കും. 2 രീതിയിലുള്ള കൺസൾട്ടേഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഒന്ന് വിദ്യാർത്ഥികൾക്കും, 2 പാരൻസിനും. എന്തുകൊണ്ട് പാരൻസിന്? കാരണം മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു അഭിമാനമായിട്ട് കരുതുന്ന ഒരു പാരൻ്റൽ കമ്മ്യൂണിറ്റിയാണ് ഒരു പക്ഷേ നമുക്കുള്ളത്. വിദേശ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് ഒരു അന്തസ്സായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മിഡിൽ ക്ലാസ് പാരൻസ് കണക്കാക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിച്ചിട്ടാണോ അവർ അത് അങ്ങനെ തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സേ നോ. കാരണം 15 തുടങ്ങി 30 ലക്ഷം വരെ ലോൺ എടുത്തിട്ടാണ് ഈ വിദ്യാർത്ഥികൾ പോകുന്നത്. എന്താണ് അവർക്ക് ലോൺ എടുക്കാൻ സഹായകരമാകുന്നത്? അവരുടെ പ്രോപ്പർട്ടിയും അവരുടെ ഗോൾഡ് ലോണൊക്കെ എടുത്തിട്ടാണ് അവർ പോകുന്നത്.
ഒരുപക്ഷെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരുപക്ഷെ അവിടെ തിരിച്ച് താമസിക്കാൻ പറ്റിയില്ലെങ്കിലോ, തിരിച്ചവർക്ക് ലോണുകൾ അടക്കുന്നതിന് മുമ്പ് തിരിച്ചു വരേണ്ടി വന്നാലോ? തീർച്ചയായും ഇതൊരു വലിയൊരു ക്രൈസിസ് ആണ്. കണക്കുകൾ കാണിക്കുന്നത് ഏത് മൈഗ്രേഷനും ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാവുന്നതാണ്. അങ്ങനെ റിവേഴ്സ് മൈഗ്രേഷൻ സംഭവിച്ചാൽ നമ്മുടെ സമുദായത്തിന് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരില്ലേ? അപ്പം അങ്ങനെ ഒരു പരിസ്ഥിതിയിൽ ഇങ്ങനൊരു വലിയൊരു ചർച്ച നടന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ തൊഴിലുകളെ പറ്റി ലോകവ്യാപകമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണത്? സാങ്കേതിക വിദ്യയും വിദ്യാഭ്യാസവും തമ്മിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയും വിദ്യാഭ്യാസവും തമ്മിലുള്ള മത്സരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. സാങ്കേതിക വിദ്യ വല്ലാതെ മുന്നേറുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളിൽ അവർക്ക് സ്കില്ലുകൾ ഇല്ലാതായി പോകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കോഴ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് വീണ്ടും ചില കോഴ്സുകൾ പഠിക്കേണ്ടി വരുന്നു. ബിടെക് പഠിക്കുന്നവർ MBA പഠിക്കേണ്ടി വരുന്നു. അങ്ങനെ വളരെ രസകരമായ സ്കിൽ അക്വിസിഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ലോകം മുഴുവൻ ഇപ്പം ഇനി 3 കൊല്ലത്തിന് ശേഷം ലോകത്തിൽ തന്നെ നമ്മൾ ഈ കാണുന്ന ജോലികളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ പുതിയ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ ഇതാണ്, ഫ്യൂച്ചർ ഓഫ് വർക്ക്. എന്താണ് നമ്മുടെ ജോലിക്ക് സംഭവിക്കാൻ പോകുന്നത്? എല്ലാ തരത്തിലുള്ള ജോലികൾക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ബാംഗ്ലൂരിൽ ടീച്ചിങ് ജോലിക്ക് ഒരു റോബോട്ടിനെ നിയമിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആന എഴുന്നള്ളിപ്പിന് ഒരു റോബോട്ടിക് എലഫൻറ്റിനെ കൊണ്ടുവന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഒരിക്കലും റീപ്ലേസ് ചെയ്യില്ല എന്ന് കരുതുന്ന എല്ലാ തൊഴിലുകളും ഇവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പരിതസ്ഥിതി ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം പണയം വെച്ചുകൊണ്ട് വിദേശത്തേക്ക് പോവുകയാണ്. ഇത് വലിയ ക്രൈസിസ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ പോകുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് അഡ്രസ്സ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം, തൊഴിലെന്ന് പറയുന്ന ഒരു സമൂഹത്തിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റും എല്ലാം വിചാരിച്ചാലും സാധിക്കാത്തൊരു കാര്യമുണ്ട്. അപ്പോൾ ഒന്ന് എംപ്ലോയബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. എങ്ങനെ എംപ്ലോയബിലിറ്റി കൂട്ടാൻ സാധിക്കും? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. മാത്രമല്ല, ഇന്ന് തൊഴിലില്ല എന്ന് പറയുമ്പോഴും ഒത്തിരി തൊഴിലുകൾക്ക് ആൾക്കാരെ കിട്ടാതിരിക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്നത് സർവീസ് സെക്ടറാണ്. ഈ സർവീസ് സെക്ടറിൽ പുതിയ തൊഴിലുകൾക്ക് എന്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പറ്റുന്നില്ല? ഇവിടെ ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊന്ന് ചെന്ന് സർവേ നടത്തി കഴിഞ്ഞാൽ അറിയാം, എറണാകുളത്ത് താമസിക്കുന്ന വ്യക്തികൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ തൊഴിലുകൾ ലഭിക്കുന്നുണ്ട്, തൊഴിലുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ തൊഴിലുകൾക്ക് പ്രാപ്തരല്ലാത്ത ഒത്തിരി ആൾക്കാർ ഇവിടെ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അടിസ്ഥാനപരമായ ജോലികളിൽ ഏർപ്പെടുന്നവരാണ് കൂടുതലും. വളരെ കുറച്ചു പേര് മാത്രമാണ് സ്കിൽ ലാഡറിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെയും നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സാബോച്ചൻ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും വരുന്നു. എങ്ങനെ നമുക്കിതിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും? ഒന്ന്, സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സുകൾ നമ്മൾ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സുകൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നമ്മുടെ ലേണിംഗ് നടക്കുന്നത് ക്ലാസ് റൂമിലാണ്. ഫീൽഡായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ അക്കൗണ്ടൻസി പഠിച്ച BCom പഠിച്ച ഒരു വിദ്യാർത്ഥിയെ നമ്മളൊരു യഥാർത്ഥ സ്ഥലത്ത് കൊണ്ട് ഇരുത്തി കഴിയുമ്പോൾ അവനൊരു പക്ഷെ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ സ്കിൽ ഓറിയൻറ്റഡ് ഇൻറ്റേൺഷിപ്പുകൾ, അതുപോലെ തന്നെ അക്കാഡമിക് ലിങ്കേജുകൾ, ഇൻഡസ്ട്രിയും അക്കാഡമിയും തമ്മിലുള്ള ബന്ധങ്ങൾ, നമ്മുടെ യൂണിവേഴ്സിറ്റികളും തൊഴിൽ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ വർദ്ധിപ്പിക്കണം. ഒത്തിരി തൊഴിൽ സ്ഥാപനങ്ങൾ നമുക്ക് നേരിട്ട് ഇടപെട്ട് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. കാരണം എന്ത് സ്കില്ലാണ് വേണ്ടതെന്നുള്ളത് ഇതുവരെ ആർക്കും അറിയത്തില്ല. ഒത്തിരി സ്കില്ലുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഇന്നൊവേഷൻ ആൻഡ് എൻ്റർപ്രണോറിയൽ സപ്പോർട്ട്, ഇന്ന് ഒരു രാജ്യത്തിനെ മുന്നോട്ട് നയിക്കുന്നത് അവിടുത്തെ കണ്ടുപിടുത്തങ്ങളാണ്. ഈ കണ്ടുപിടുത്തങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു സപ്പോർട്ട് എനിക്ക് തോന്നുന്നു അതിരൂപത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഓഫർ ചെയ്യേണ്ടതാണ്. എനിക്ക് തോന്നുന്നു സാബോച്ചൻ അത് കൃത്യമായിട്ട് ഇന്നൊവേഷനിൽ മുന്നോട്ട് വരേണ്ടതിൻ്റെ ഒരു ആവശ്യകത പറഞ്ഞു. ഞാൻ പറയുന്നു, എന്തുകൊണ്ട് ഒരു ഓണ്ടർപ്രണോറിയൽ സപ്പോർട്ട് മറ്റെല്ലാ കമ്മ്യൂണിറ്റികളും, ഇപ്പോൾ പുതിയ കണക്കുകൾ പറയുന്നത് സ്റ്റാർട്ടപ്പ് മിഷനിൽ 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ പുതിയ ഓണ്ടർപ്രണറായി മാറിയെന്നല്ല പറയുന്നത്. നമ്മുടെ സമുദായത്തിൽ നിന്ന് എത്ര പേരാകുന്നുണ്ട്? ഞാൻ പറയുന്നു തീർച്ചയായിട്ടും ഒരു 5000-ൽ താഴെ ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഓണ്ടർപ്രണേഴ്സിനെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ചർച്ചിനും നമ്മുടെ അതിരൂപതക്കും കൂടുതൽ ഇടപെടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇന്നൊവേഷനെ സഹായിക്കുക, അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. നമ്മളൊക്കെ അറിയാം, ഇപ്പോൾ തൊഴിൽ മേഖല തന്നെ മാറി. അപ്പോൾ തന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളെ
സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാംസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ മൈഗ്രേഷൻ ഒരിക്കലും ഒരു തെറ്റായിട്ട് നമുക്ക് ഈ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ റിവേഴ്സ് മൈഗ്രേഷൻ എന്ത് ചെയ്യുമെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി ഒത്തിരി പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാം. അതിൽ സെമിനാർസ് നടത്താം, ജോബ് ഓപ്പർച്യൂണിറ്റീസ് സെമിനാർസ് നടത്താം. അതുപോലെ തന്നെ പാരൻ്റൽ അഡ്വൈസ്, പാരൻസിന് കൊടുക്കേണ്ട അഡ്വൈസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു വലിയൊരു ആർട്ടിക്കിൾ ചെയ്തെന്ന്. അതിൽ ഞങ്ങൾ 2-3 ഒബ്സർവേഷൻ ഇതായിരുന്നു. യുവാക്കൾ എന്തിനെ മൈഗ്രേഷൻ ഡിസിഷൻ, അവർ പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ ക്യാമ്പയിനിങ് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ കൂടുതൽ ഉപയോഗിച്ചുകൂടാ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാർഗം എന്താണ്? ഒന്ന്, ട്രോളുകളും റീലുകളുമായിട്ട് എന്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ സൈഡിലുമുള്ള വിവരങ്ങൾ അവരിലേക്ക് എത്തുക. അവർ തീരുമാനിക്കട്ടെ, വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ അവരെടുക്കട്ടെ. അപ്പോൾ സോഷ്യൽ മീഡിയ വളരെ പ്രധാനപ്പെട്ടതാണ്. മൈഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട് 3 കോൺസെപ്റ്റും കൂടി പറയുന്നു. നമ്മളിത് ബ്രെയിൻ ഡ്രെയിൻ ആണോ അതോ ബ്രെയിൻ ഗെയിൻ ആണോ അതോ ബ്രെയിൻ വേസ്റ്റ് ആണോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇനി ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഇവിടെ പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കണ്ടു. ഡെവലപ്ഡ് വേൾഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയേക്കാൾ താഴെ നിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് ഇവരെന്തുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു? റഷ്യയിലേക്ക്, കരീബിയൻ ഐലൻഡുകളിലേക്ക്. ഇത് വളരെ പാരഡോക്സ് ആണ്. നമ്മളുടെ സാഹചര്യത്തിനേക്കാളും താഴെയുള്ള സ്ഥലങ്ങളിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ അതും നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പസിലാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തിയേക്കാം. ഈ പോളിസി റെസ്പോൺസ് എപ്പോഴും അർജൻറ്റായിരിക്കണം. കാരണം ഇവിടെ നമുക്ക് പ്രതികരിക്കാനുള്ള സമയമില്ല. ഈ പ്രതികരിക്കാനുള്ള സമയം കുറയുന്നത് കൊണ്ട് തന്നെ ഈ ഡൈനമിക് മൈഗ്രേഷൻ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. മാത്രമല്ല, നമ്മുടെ യങ്ങർ പോപ്പുലേഷൻ്റെ ആസ്പിരേഷനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. അവർക്ക് കൂടുതൽ സ്പേസ് നമ്മുടെ സൊസൈറ്റിയിൽ കൊടുക്കുക. ഇപ്പം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചർച്ച. കൂടുതൽ സ്പേസ് അവരിലേക്ക് കൊടുത്തുകൊണ്ട് ആ ഒരു ഓറിയൻറ്റേഷനിലൂടെ അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലൂടെ അവരെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാൾ കൂടുതൽ ശക്തി അതിരൂപതയ്ക്കും നമ്മുടെ സംവിധാനങ്ങൾക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം ചർച്ചിന് വളരെയധികം ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ കൂട്ടായിട്ടുള്ളൊരു പരിശ്രമം വളരെ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു ജസ്റ്റിൻ സാർ. എല്ലാ പ്രസൻറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് പോഡിയത്തിലേക്ക് വന്നു എന്ന് പറയുന്നു. ഓൾസോ ആർ ഡയറക്ടർ നവദർശൻ, പ്ലീസ്. ജസ്റ്റിൻ സാറ് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവസാനം ചിന്തയിലേക്കും എന്തെല്ലാം ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറയുണ്ടായി. ഈ ചർച്ചയ്ക്ക് നന്ദി പറയുന്നതിനായി നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മെമ്പർ ശ്രീ ജോസ്മൻ MD ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് വന്ദനം. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണെന്ന ഗാന്ധിജിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ നമുക്ക് ഓർക്കാം. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും പ്രഗത്ഭ പരിശീലനവും തൊഴിൽ വളർച്ചയ്ക്കുള്ള മാർഗനിർദ്ദേശവും യുവതലമുറയ്ക്ക് നൽകുന്നതിനാണ് വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള നവദർശൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ലോകത്തിൽ സമഗ്രമായ മാറ്റം വരുത്താൻ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് നമുക്കറിയാം. ഇന്നത്തെ ഈ സെമിനാറിൻ്റെ വിഷയം നമുക്കറിയാവുന്നവരെ മൈഗ്രേഷൻ ഓഫ് യങ് പീപ്പിൾ, പോസിബിലിറ്റീസ്, ചാലഞ്ചസ് എന്ന ഇമ്പാക്റ്റ് എന്നതു തന്നെയാണ്. നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ സംക്ഷിപ്തമായിരിക്കുന്നത്. ഞാൻ ആ കർത്തവ്യത്തിലേക്കൊന്ന് കടന്നോട്ടെ. ഇന്ന് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയത് വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് റവറൻഡ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവാണ്. പിതാവിന് ഹൃദയത്തിൻ്റെ ഭാഷയിലും നവദർശൻ്റെ ഭാഷയിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഇന്ന് ഇവിടുത്തെ ഈ സെഷൻ മോഡറേറ്ററായിട്ട്
നമുക്കിവിടെ പരിചിതനായ ഫാദർ ആൻ്റണി വക്കോ അറക്കലച്ചനാണ്. അച്ഛൻ ഇപ്പോൾ KCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്രട്ടറിയായി വർക്ക് ചെയ്യുന്നു. വർഷങ്ങളോളം സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൻ്റെ മാനേജറായിരുന്നു, സെൻറ്റ് പോൾസ് കോളേജിൻ്റെ മാനേജറായിരുന്നു. നല്ല രീതിയിൽ ഈ ഫംഗ്ഷൻ മോഡറേറ്റ് ചെയ്തു, കോർഡിനേറ്റ് ചെയ്തു. അച്ഛന് ഹൃദയത്തിൻ്റെ ഭാഷയിലും നവദർശൻ്റെ ഭാഷയിലും നന്ദി പറയുന്നു. Professor Aldo Skoda, he is the director of Scalabrini International Migration Institute. So we are very much proud of you, Father. Thank you so much for giving us a good session related to migration of young people, global trends and possibilities. In behalf of NAVADARSAN, thank you so much for your kind participation. ഒരു ജേർണലിസ്റ്റ്, റൈറ്റർ ആൻഡ് റിസർച്ചർ മിസ്റ്റർ റിജ്മോൻ കുട്ടപ്പൻ വളരെ മനോഹരമായിട്ട് മൈഗ്രേഷൻ ഓഫ് യങ് പീപ്പിൾ കേരള പെർസ്പെക്റ്റീവ് എന്ന വിഷയം നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ഞാൻ ഓർക്കുകയാണ്, ഒരു കാലത്ത് എൻ്റെ ചെറുപ്പകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ കുറേ പേര് പേർഷ്യയിലേക്ക് പോകുന്നു, പിന്നെ അതിനുശേഷം ദുബായ് ആയി, പിന്നെ ഗൾഫായി. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം യൂറോപ്പിലാണ്. ആ രീതിയിലേക്കായി വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് അവതരിപ്പിച്ചു. നവദർശൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും നന്ദി പറയുന്നു. അടുത്തതായി ജെയ്സൺ വടശ്ശേരി അച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ സെക്രട്ടറി CCBI കമ്മീഷൻ ഓഫ് മൈഗ്രൻസിൻ്റെ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്നു. റെസ്പോൺസസ് ഓഫ് കാത്തലിക് ചർച്ച് ഓഫ് മൈഗ്രൻസിനെ കുറിച്ച് നല്ല മനോഹരമായിട്ട് അച്ഛൻ അവതരിപ്പിച്ചു. അച്ഛനും നവദർശൻ്റെ പേരിൽ നന്ദി പറയുന്നു. ഡാറ്റ അനാലിസിസ് ഓഫ് മൈഗ്രൻസ് മനോഹരമായിട്ട് നമ്മുടെ സാബു അച്ഛനോട് അവതരിപ്പിച്ചു. മനോഹരമായിരിക്കുന്നു. അച്ഛൻ ചെയ്യുന്നതൊക്കെ വളരെ ഗംഭീരമായിരിക്കും, കൃത്യനിഷ്ഠയായിരിക്കും. വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. അച്ഛന് നവദർശൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന പേരിലും നന്ദി പറയുന്നു. അച്ഛൻ പ്രൊഫസർ ജസ്റ്റിൻ ജോർജ് ആക്ഷൻ പ്ലാൻ വളരെ മനോഹരമായിട്ട് ഇവിടെ കൈകാര്യം ചെയ്തു. ആ രീതിയിലുള്ള ഒരു നല്ലൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ജസ്റ്റിൻ ജോർജ് സാറിന് നന്ദി പറയുന്നു. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമുക്കിങ്ങനെ ഒരു സെമിനാർ ഇവിടെ നടത്തുവാനും നല്ലൊരു സെഷൻ ഇവിടെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച നമ്മുടെ നവദർശൻ ഡയറക്ടർ ജോൺസൺ അച്ഛനാണ്. അച്ഛനും അച്ഛൻ്റെ സഹപ്രവർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും നന്ദി പറയുന്നു. ഈ സെമിനാറിൽ സംബന്ധിച്ച എല്ലാ വൈദികർക്കും മാന്യ വ്യക്തിത്വങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നവദർശൻ്റെ പേരിലും ജോൺസൺ അച്ഛൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജോസ്മൻ സർ. നമ്മുടെ സമുദായത്തിലെ യുവാക്കളുടെ ഈ പലായനത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികപരമായ അനന്തരഫലങ്ങൾ, അതെങ്ങനെ ആ ഒരു ആക്ഷൻ പ്ലാൻ എന്താകണമെന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്തത്. ഇവിടെ ഇന്ന് ഈ ചർച്ച അവസാനിക്കുന്നില്ല, മറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി നിങ്ങളുടെ ഇടവകയിൽ ചിന്തിക്കുകയും പഠിക്കുകയും ആഴത്തിൽ ചർച്ച ചെയ്യുകയും വേണം. ഇന്നത്തെ ഈ സെഷൻ കേരളവാണി ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഈ ചർച്ച നിങ്ങളുടെ ഇടവകയിലെ എഡ്യൂക്കേഷൻ കമ്മീഷൻ മെമ്പേഴ്സായിട്ട് ഷെയർ ചെയ്ത് ചർച്ച തുടരുകയും ആക്ഷൻ പ്ലാനിൻ്റെ കുറച്ച് ഐഡിയാസ് കൂടി നവദർശനിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ആക്ഷൻ പ്ലാൻ ഒത്തിരി കൂടി ആധികാരികമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. താങ്ക് യു. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.